കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 9-ാം അധ്യായത്തിന്റെ പകുതി ഭാഗത്തോളമെങ്കിലും ഇന്ന് തീർക്കാമെന്നുള്ളതാണ് എൻ്റെ വിചാരം. കാരണം 9-ാം അധ്യായത്തിന്റെ 31 മുതൽ 10-ാം അധ്യായത്തിന്റെ 10 വരെ ഒരൊറ്റ തോട്ട് പ്രോസസ്സാണ്. 9-ന്റെ 30-ൽ ആരംഭിക്കുന്ന ഒരു ചിന്ത അവസാനിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ്. അപ്പൊ ആ 10-ാം അധ്യായം കൂടെ തീരുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ആ പത്യോപദേശം എന്ന ഭാഗത്തിന്റെ ഏകദേശം ഒരു അവസാനത്തിലേക്ക് നമുക്ക് എത്തിക്കാം. താൽക്കാലികമായ ഒരു ബ്രേക്ക് നമ്മൾ എടുക്കുകയായതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. എൻ്റെ ദൈവാത്മാവ് എങ്ങനെ നടത്തുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അധ്യായം ഇതുവരെയുള്ള ചർച്ചയുടെ കണ്ടിന്യൂഷൻ അല്ല. 8-ാം അധ്യായം വരെ പറഞ്ഞു നിർത്തിയിരിക്കും നമ്മുടെ രക്ഷയെക്കുറിച്ചാണ്. അത് യൂണിവേഴ്സലാണ്, എല്ലാവർക്കും ലോകത്തിലുള്ള സകലരോടുമുള്ള രക്ഷയുടെ സുവിശേഷം എന്താണെന്നാണ് ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയും ആ രക്ഷയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ പൗലോസ് അത് വിശദീകരിക്കുന്ന വേറൊരു പശ്ചാത്തലത്തിലാണ്. അതായത് യഹൂദന്മാർക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു വിശകലനമാണ്. അത് നമ്മൾ എന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റാതിരിക്കാനാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കറിയാം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്വാഭാവിക കൊമ്പുകളോട് അവൻ കരുണ കാണിച്ചില്ല. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യം പഠിക്കേണ്ടത്? നമ്മൾ അങ്ങനെ ആകാതിരിക്കാനാണ്. അങ്ങനെ ആകാനുള്ള, അതായത് ഇസ്രായേൽ മക്കളുടെ അതേ സ്വഭാവം കാണിക്കാനുള്ള, സാത്താന്റെ വഞ്ചനയിൽ അകപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഈ ലോകത്തുണ്ട്. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, ഓക്കെ, ദാറ്റ്സ് അനദർ തിങ്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഓരോ ചുവടിലും നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. കാരണം ആ ജാഗ്രതയെക്കുറിച്ച് വേദപുസ്തകം നമ്മൾ പലപ്പോഴും വാണിംഗ് തരുന്നുണ്ട്. അപ്പം പഴയകാലത്തെ വിശുദ്ധന്മാരുടെ ചരിത്രങ്ങൾ, പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവിടെ വിശ്വസിക്കാതെ പോയവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നാം വഞ്ചിക്കപ്പെടുന്നതെന്നും വഞ്ചനയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും സൂക്ഷിക്കണമെന്നും ഇങ്ങനെയുള്ള വാണിങ്സ് ആണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അപ്പൊ 9-ാം അധ്യായം തുടങ്ങുന്നത് പൗലോസിന്റെ വിഷമം പറഞ്ഞുകൊണ്ടാണ്. പൗലോസിന് വലിയൊരു മിനിസ്ട്രി ഉണ്ട്, ജാതികളുടെ ഇടയിലാണ് മിനിസ്ട്രി. അത് ദൈവത്തിന്റെ ഭയങ്കര നീതിയാണ്. ശരിക്കും ഇസ്രായേലിനോടും ഇസ്രായേൽ മക്കളോടും യഹൂദന്മാരോടും എല്ലാം ഭയങ്കര സ്നേഹമുള്ള ആളാണ് പൗലോസ്. കാരണം അത്ര തീഷ്ണതയുള്ള ആളായിരുന്നു പൗലോസ്. ഭയങ്കരമായ അറിവുണ്ടായിരുന്നു ന്യായപ്രമാണത്തിലെല്ലാം. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ആളാണ്. വളരെ മിടുക്കനായ ആളായിരുന്നു, ന്യായപ്രമാണത്തിൽ എക്സ്പെർട്ട് ആയിരുന്നു. പക്ഷെ ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ട് ഈ ന്യായപ്രമാണം അറിയാവുന്നവരുടെ അടുത്തേക്കല്ല വിട്ടത്. കൊരിന്ത് സഭ പോലെ യാതൊരു വിവരവും ഇല്ലാതെ ലോകത്ത് ജഡത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയ്ക്കലാണ് കർത്താവ് വിട്ടത്. അപ്പൊ ദൈവത്തിന്റെ ഒരു നീതിയാണത്. ദൈവം ഒരിക്കലും മിടുക്കന്മാരെ അല്ല, തകർക്കപ്പെടുന്നവരെയാണ് ഉപയോഗിക്കുന്നത്. ഞാനായിരുന്നു യേശുക്രിസ്തു കർത്താവിന്റെ സ്ഥാനത്തെങ്കിൽ പത്രോസിനെ ഇങ്ങനെയുള്ളവരെടുത്ത്, കാരണം പത്രോസ് വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. പത്രോസിനെ നമ്മൾ ഇങ്ങനെ കൊരിന്ത് സഭയിലും ഇങ്ങനെയുള്ള അടുത്തേക്ക് വിടുകയും പൗലോസിനെ പോലെ ജ്ഞാനമുള്ള ഒരാളെ സെന്നീദ്രിയൻ സംഘത്തിൽ സംസാരിക്കാനും അതുപോലെ പരീശന്മാരുടെ അടുത്തും ശാസ്ത്രിമാരുടെ അടുത്തും വചനം അറിയാവുന്നവരുടെ അടുത്തും തർക്കിക്കാനൊക്കെ വിട്ടേനെ. പക്ഷെ കർത്താവിന്റെ ബുദ്ധി അങ്ങനല്ല. പൗലോസ് ഈ സെന്നീദ്രിയൻ സംഘത്തിൽ പോയി തർക്കിക്കാൻ പോയിരുന്നെങ്കിൽ ജീവിതം മുഴുവൻ തർക്കമായിട്ട് തീർന്നേ. അതുപോലെ പത്രോസ് പോയി ഇവരോട് സംസാരിക്കാൻ പ്രത്യേകമായി കൃപയൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ കൃപ എന്ന് പറയേണ്ടതിന് മനുഷ്യന്റെ സ്വന്തം എബിലിറ്റി അല്ല ദൈവം മാനിക്കുന്നത്. അത് അവന്റെ തീരുമാനമാണ്, അവന്റെ കൃപയാണ് എന്ന് പറയേണ്ടതിന് യാതൊരു കാര്യമായ ജ്ഞാനമില്ലാതിരുന്ന, ന്യായപ്രമാണത്തിൽ വലിയ കാര്യമായ ജ്ഞാനമില്ലാതിരുന്ന പത്രോസിനെ യഹൂദന്മാരുടെ അടുത്തേക്കും, ന്യായപ്രമാണത്തിൽ എക്സ്പെർട്ട് ആയിരുന്ന പൗലോസിനെ ജാതികളുടെ അടുത്തേക്കും, ബർബരന്മാരുടെ അടുത്തേക്കും. ഈ യവനന്മാരെന്ന് പറയുമ്പോൾ നമ്മള് എല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ളവരാന്ന് വിചാരിക്കരുത്. ബുദ്ധിയുള്ള, നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം പോലെയൊക്കെ കുറെ ഭയങ്കര ബുദ്ധിമാന്മാർ കാണുമായിരിക്കും. പക്ഷെ അവരോടൊന്നും അല്ല സുവിശേഷം പറയുന്നത്. സുവിശേഷം പറയുന്നത് ഇമ്മോറലായിട്ട് ജീവിക്കുന്ന, റോഡരികിലുള്ള, ബിസിനസ് ചെയ്യുന്ന, ഇങ്ങനെയുള്ള കോമൺ ആളുകളോടാണ് സുവിശേഷം പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൗലോസിന് ഒത്തിരി ജ്ഞാനമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നും ദൈവം അനുവദിക്കുന്നില്ല ഉപയോഗിക്കാൻ. പ്രസംഗത്തിന്റെ ഭോഷത്വം മതി, ക്രൂശിന്റെ വചനം മതി, ഇവരെ രക്ഷിക്കാൻ അത് മതി എന്ന് കർത്താവ് പറഞ്ഞു വിടുക. അപ്പം പൗലോസ് അവന്റെ ജ്ഞാനത്തോട് മരിക്കുക, പത്രോസ് അവന്റെ ജ്ഞാനമില്ലായ്മയോട് മരിക്കുക.
രണ്ടുപേരും വാ തുറക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവാണ് അവരോട് സംസാരിക്കുന്നത്. ഇന്ന് മിനിസ്ട്രിയിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. നമ്മുടെ കഴിവുകളെയോ ടാലന്റുകളെയോ ഉപയോഗിക്കാനിരിക്കുകയല്ല കർത്താവ്. കഴിവുള്ളവരെ അന്വേഷിച്ച് നടക്കുകയല്ല. നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, നിങ്ങളുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. നോ വേ, നോ വേ. നിങ്ങളുടെ കഴിവുകളല്ല ദൈവത്തിന് വേണ്ടത്, നിങ്ങളെയാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്വത്തോ, നിങ്ങൾ ഈ ലോകത്ത് ആർജിച്ചെടുത്ത ജഡത്തിലുള്ള എബിലിറ്റീസോ, വാചകം അടിക്കാനുള്ള കഴിവോ, ഇതൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന്റെ ആഗ്രഹം നമ്മളോടാണ്. ഒരാൾ വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, ഈ സീസറിന് കരം കൊടുക്കുന്ന വിഹിതമാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉടനെ ഒരു നാണയം കൊണ്ടുവരാൻ പറയുന്നു. നാണയത്തിൽ നോക്കിയിട്ട് പറയാണ്, ഇതിലെ കയ്യെഴുത്തും മുദ്രയും ആരുടേതാണ്? അപ്പൊ സീസറുടേത്. അപ്പൊ പറയാണ്, സീസറിനുള്ളത് സീസറിന്, കർത്താവിനുള്ളത് കർത്താവ്. ഇത്രേ ഉള്ളൂ. സീസറിനുള്ളത് എതിലേ പോകും എന്നുള്ളത് കർത്താവിന് വലിയ പ്രശ്നമൊന്നും. പക്ഷെ കർത്താവിന്റെ മുദ്രയുള്ള ജനം, അവന്റെ മുദ്രയിൽ ഇട്ട ജനത്തോടാണ് കർത്താവിന്റെ സ്നേഹം. ചേസ് എന്ന് പറയുന്ന ആളുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടത്, ചേസ് എന്ന് പറയുന്ന ആളെയാണ്. അതാണ് പത്രോസിനോടും പൗലോസിനോടും നമ്മളോടെല്ലാം കർത്താവ് പറയുന്നത്. ഈ കഴിവ് ഉപയോഗിച്ചൊന്നും അല്ല ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. കഴിവുള്ളവരും അല്ല, കൃപയുള്ളവരാണ്. ദൈവത്തിന്റെ കൃപയിലാണ് അവനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. ഫൂൾ എന്ന പോലെയാണ് ദൈവത്തിന്റെ സഭയിൽ പുൽപ്പിറ്റിൽ നിൽക്കേണ്ടത്. എന്നെ അത് കർത്താവ് പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും അറിയാത്തവനെ പോലെ പോയി നിൽക്കാൻ. എത്ര രസമാണെന്നറിയോ അങ്ങനെ നിൽക്കുന്നു. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ ത്രില്ല് അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ പോയി സ്റ്റേജിൽ നിൽക്കുന്നു, വലിയ ജനക്കൂട്ടം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, കർത്താവ് എന്നോട് സംസാരിക്കുന്നു. സോ പ്രഷ്യസ്. അത് ഞാൻ എത്ര നല്ല പ്രസംഗം എഴുതിക്കൊണ്ട് വന്നാൽ ആ ഒരു തൃപ്തി ഉണ്ടാവില്ല. ഞാനിപ്പോൾ അങ്ങനെ എഴുതാറില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് നമ്മുടെ കഴിവിനെ നമ്മൾ ആശ്രയിക്കാതെ നാം ദൈവത്തോട് ചോദിച്ചാൽ, ആത്മാവിനെ ചോദിച്ചാൽ, എത്ര അധികം വേണമെങ്കിലും നമുക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിക്കാൻ വേണ്ടിയും തരാൻ ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ പൗലോസ് ശുശ്രൂഷിക്കുന്ന മുഴുവൻ ജാതികളുടെ ഇടയിലാണെങ്കിലും പൗലോസിന് സ്നേഹം യഹൂദന്മാരോട് ഭയങ്കരമായിട്ടുണ്ട്, ചാർച്ചക്കാരോടുള്ള സ്നേഹം ഭയങ്കരമായിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതൊന്നായിരുന്നു. ജഡപ്രകാരം ആരെ അറിയുന്നില്ല എന്നൊക്കെ പിന്നീട് പൗലോസ് ഒരവസരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ജഡപ്രകാരമുള്ള സഹോദരങ്ങളോട് പൗലോസിന് സ്നേഹം ഉണ്ടായിരുന്നു ഒരു കാലത്തെങ്കിലും. ഈ റോമാലേഖനം എഴുതുമ്പോഴെങ്കിലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്നേഹമാണ് 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് യഹൂദന്മാർ തള്ളപ്പെട്ടു പോയത്? അതിന്റെ ദൈവത്തിന്റെ സൈഡിൽ നിന്നുള്ള കാരണമാണ് ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. രണ്ടാമത്തും ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാരണമാണെങ്കിലും അതിൽ മനുഷ്യന്റെ ഒരു പങ്കും കൂടെ കാണിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ. ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ 30 വാക്യങ്ങളിൽ പ്യുവർലി ദൈവത്തിന്റെ ഇഷ്ടമാണ് അവരെ വിട്ടുകളയുക എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഇത്തിരി അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില വാക്യങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ബൈബിൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് വിചാരിച്ച് നമുക്ക് ബൈബിളിനെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. ബൈബിൾ എന്ത് സംസാരിക്കുന്നു അത് എത്ര നമുക്ക് അതാണ് ദൈവത്തിന് മുൻപിൽ നമ്മൾ ചെല്ലുമ്പോൾ വേദപുസ്തകം എങ്ങനെ സംസാരിക്കുന്നു അത് അതുപോലെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മുടെ മാനുഷിക ബുദ്ധി അതിലെ കടത്താനേ പാടില്ല. അങ്ങനെയാണെങ്കിലേ കർത്താവിന്റെ വെളിപ്പാടുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതെന്താ കർത്താവ് ഇങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. എന്താണോ വചനം പറയുന്നത് അത് അതുപോലെ, ആ ഗ്രാമർ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ നമ്മൾ വിശ്വസിക്കും. ഏത് വാക്യമായാലും അതങ്ങനെ തന്നെയാണ്. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്ന ബോഷ്ടല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അപ്പൊ എൻ്റെ മനസാക്ഷിയിലുള്ള ഈ വേദന ഒരു ഭയങ്കരമായ പ്രയാസം എൻ്റെ ഉള്ളിലുള്ള ആത്മാവും കണ്ടെത്തിയിട്ടുണ്ട്. ആത്മാവിനും അതറിയാം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ എൻ്റെ മനസാക്ഷി കിടന്ന് ഞരങ്ങുന്നത് കേട്ടോ. എത്ര ഷാർപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പ്രാണനി എന്നുള്ളതും ആത്മാവെന്നുള്ളതും വേർതിരിക്കപ്പെടും. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറഞ്ഞേനെ, എനിക്ക് യഹൂദന്മാരോടുള്ള ആ ഒരു സ്നേഹം, സഹോദരന്മാരുള്ള സ്നേഹം ആത്മാവിൽ തോന്നിയതാണെന്ന്. അങ്ങനെയല്ല പൗലോസ് പറഞ്ഞു. എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവിൽ എനിക്കൊരു സാക്ഷ്യമായിരിക്കുന്നു. ദാറ്റ് മീൻസ് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ എൻ്റെ മനസാക്ഷി വിറ്റ്നസ് ചെയ്യുന്നു. ഓക്കെ, മൈ കോൺഷ്യൻസ് ഓൾസോ ബെയറിംഗ് മീ വിറ്റ്നസ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിന് മുൻപിൽ, ആത്മാവിൽ എൻ്റെ മനസാക്ഷി എനിക്കൊരു സാക്ഷിയായി നിൽക്കുന്നു. എന്താണ് ഈ മനസാക്ഷിയിൽ വരുന്നത്? ആത്മാവിൽ വരുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ വരുന്നതിനകത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ സന്തോഷിക്കുന്നു,
ദൈവം എന്ത് ചെയ്താലും അതിന് ആമേൻ പറയുന്നു. എന്റെ സഹോദരനെ എന്താ രക്ഷിക്കാത്ത കർത്താവ് എന്ന് ചോദിക്കുന്നില്ല. ദൈവത്തിന്റെ പരമാധികാരത്തിന് സബ്മിറ്റഡ് ആകുന്നു, സന്തോഷിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ആത്മാവ് ചെയ്യുന്നു. ദൈവത്തിന് യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല. ദൈവം സകലരെയും സൃഷ്ടിച്ചു, സകലരും ദൈവത്തിന് ഒരുപോലെയാണ്. അപ്പൊ ആത്മാവിന് അങ്ങനെ പ്രത്യേക ജഡപ്രകാരമുള്ള തിരിച്ചുഭേദങ്ങളൊന്നുമില്ല. എന്നാൽ പൗലോസിനുണ്ട്. പൗലോസ് പറയുന്നത്, എന്റെ മനസാക്ഷിയിൽ എനിക്ക് ഭയങ്കരമായ ചൂടുണ്ട്, അവരോട് വേദനയുണ്ട്. അത് ആത്മാവ് എനിക്ക് സാക്ഷിയാണ്. ആത്മാവിന്റെ മുമ്പിൽ എന്റെ മനസാക്ഷി എനിക്ക് വിറ്റ്നസ് ചെയ്യുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരൻ. അതാണ്, ദാറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ബട്ട് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. നമുക്കെല്ലാം നമ്മുടെ വീട്ടുകാർ രക്ഷിക്കപ്പെടണമെന്നുണ്ട്, അയൽവക്കാർ രക്ഷിക്കപ്പെടണം, നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെടണമെന്നുണ്ട്, നമ്മൾ അവരോടെല്ലാം വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. നേരത്തെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ആഗ്രഹവും ദൈവത്തിന്റെ ബാക്കിലുള്ള എന്റെ അപേക്ഷയും ആവുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മിക്കവാറും നമ്മുടെ ജഡത്തിലുള്ള ചാർച്ചക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് അങ്ങനെ തന്നെ ചെയ്യുവാൻ. അപ്പൊ ഇവിടെ പറയാണ്, എനിക്ക് വളരെ ദുഃഖത്തോടെ ഞാൻ എന്റെ ജഡപ്രകാരം എന്റെ ബന്ധുക്കളായിരിക്കും. ആത്മാവിന്റെ പ്രകാരമല്ല, ജഡപ്രകാരമാണ്. അത് മനസാക്ഷി കണ്ടുപിടിച്ച കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ്. എന്നാൽ ആത്മാവിൽ അത് സാക്ഷ്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില വ്യക്തികളോട് നമുക്കുണ്ടാകുന്ന സ്നേഹം ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റ് നമ്മൾ സബ്മിറ്റഡ് ആകുന്നതാണ് ആത്മാവ് നമ്മളെ കുറിച്ച് ഏറ്റവും ഐഡിയൽ ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മളെ ഈ ലോകത്താക്കിയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജഡപ്രകാരമുള്ള ബന്ധങ്ങളുണ്ട്, അവരുടെ സ്നേഹമുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനസാക്ഷി ഈസ് നോട്ട് ഓൺലി എ ബാഡ് തിങ് അണ്ടിൽ ഇറ്റ് കംസ് ടു എ ക്രോസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ശബ്ദവുമായിട്ട് ഇതിനെതിരെ വരുന്നവരെ മനസാക്ഷി എല്ലാ സമയത്തും ഒരു പ്രശ്നമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇഫ് യു ആർ ബോൺ അഗെയിൻ. ഓക്കെ. 3-ാം വാക്യം, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി. ഇത് നമ്മൾ ബൈബിൾ സൂക്ഷിച്ച് വായിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന ചില തലവേദനകൾ ഈ വാക്യത്തിലുണ്ട്. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറുവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നവിടെ ഇല്ല. അങ്ങനെ പൗലോസ് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം ഇത് ശ്രദ്ധിക്കാതെ വായിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നതായിട്ട് തോന്നും, പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് എന്താ പറയുന്നതൊക്കെ, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറുവിട്ട് ശാപഗ്രസ്തനാവാൻ എനിക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാമായിരുന്നു എന്നാണ്. ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. ഡസ് നോട്ട് ഹാവ് ദാറ്റ് ഡിസയർ. പക്ഷെ അങ്ങനെ വേണമെങ്കിലും ആഗ്രഹിക്കാവുന്ന രീതിയിൽ, അവർ നശിക്കുവാണെങ്കിൽ ഞാനായിട്ട് എന്തിനാ രക്ഷപ്പെടുന്നതെന്ന് വേണമെങ്കിലും ആഗ്രഹിക്കാവുന്ന അത്ര രീതിയിൽ എനിക്ക് അവരോട് സ്നേഹം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അത് അവരെ കർത്താവ് രക്ഷിക്കാമെങ്കിൽ ഞാൻ പോയി ശാപഗ്രസ്തനായിക്കോളാം എന്ന് അവിടെ പൗലോസ് പറയുന്നില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ആഗ്രഹം തോന്നാവുന്നത്ര രീതിയിലുള്ള ഒരു സ്നേഹം എനിക്ക് അവരോട് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. It's only to speak about how much he loved them in the flesh. ആഗ്രഹിക്കാമായിരുന്നു എന്ന് പറയുന്നതും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് രണ്ടാണ്. ആഗ്രഹിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഐ വിഷ് എന്നല്ല, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഐ വിഷ് എന്നായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നേനെ, അത് ഭയങ്കര മോശമായി പോയിനെ. പക്ഷെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഐ കുഡ് വിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റിയില്ല, അങ്ങനെ ആഗ്രഹിച്ചില്ല എന്നതിന് എൻ്റെ അർത്ഥം. ഐ വിഷ് ഐ കുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റിയില്ല. ഓക്കെ. ഫോർ ഐ കുഡ് വിഷ് ദാറ്റ് മൈസെൽഫ് were accursed from Christ for my brethren, my kinsmen, according to the flesh. അപ്പൊ ജഡത്തിൽ എനിക്ക് അവരോടുള്ള സ്നേഹം അത്ര ഭയങ്കരമാണ്. ഇറ്റ്സ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ്. എന്റെ മനസാക്ഷിയിൽ അത് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ടെന്ന് ആത്മാവിന് അറിയാം. കാരണം അത്രയും ജൂയിഷ് ബ്ലഡ് ഉള്ള ഒരാളാണ് പൗലോസ്. അത്രയും യഹൂദ സ്പിരിറ്റ് ഉള്ള ആളാണ്. അപ്പൊ എന്തുമാത്രം ഒരു സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം ആത്മാവ് ഈ മനസാക്ഷിയിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം ആത്മാവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പൗലോസ് മുൻപോട്ട് പറഞ്ഞു വരുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തിന് എങ്ങനെയാണ് നമ്മൾ കീഴടങ്ങേണ്ടത് എന്നാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ പറയുന്നത്, കേൾക്കുന്നത്. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി
ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഐ കുഡ് വിഷ്, ഐ ഡിഡ് നോട്ട് വിഷ്, ഐ വിൽ നോട്ട് വിഷ്, ഐ കുഡ് വിഷ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു, വേണമെങ്കിൽ. അത്രയും സ്നേഹം എനിക്ക് അവരോട് ഉണ്ടായിരുന്നു. 4-ാം വാക്യം. എന്തുകൊണ്ടാണ് അവരോട് ഇത്ര സ്നേഹം? അവർ ഇസ്രായേല്യർ, യാക്കോബിനോടുള്ള ദൈവത്തിന്റെ പ്രോമിസ്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതായിരുന്നു. ഈ പുത്രത്വം ശരിക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ഞങ്ങൾക്കാ, യഹൂദന്മാർക്കാ. പൗലോസ് പറയുക, പുത്രത്വം മാത്രമല്ല, ആ പുത്രത്വത്തിന്റെ തേജസ്സും നിയമങ്ങളും, ദൈവത്തിന്റെ നിയമങ്ങൾ, ന്യായപ്രമാണവും ആരാധനയും. വേറെ ആർക്കും ആരാധിക്കാൻ പറ്റത്തില്ലായിരുന്നു യാഗമർപ്പിക്കാതെ. ആ യാഗം ദൈവത്തിന് പ്രസാദമാകുന്ന ഒരു യാഗം, നിയമങ്ങൾ, കൾട്ടിക് ലോ ആൻഡ് ദ ലോ, മോറൽ ലോ, ഇതെല്ലാം യഹൂദന്മാർക്കാണ് കിട്ടിയത്. ഇനി പുത്രനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളോ മുഴുവൻ പഴയ നിയമത്തിലാണ്. നമ്മൾ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കുക. അവരുടെ കയ്യിൽ ഇപ്പോഴും യെശയ്യാവിന്റെ പ്രവചന പുസ്തകമുണ്ട്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അത് ഏത് മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ വിശ്വസിക്കില്ല. അവരത് ഉള്ളതുപോലെ പോലും നടിക്കുന്നില്ല. അവരങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അവരതിനൊരു ഇമ്പോർട്ടന്റ് പാസേജ് ആയിട്ട് എടുക്കുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. അപ്പോൾ ഇന്നും അവർ അക്കേഴ്സ്ഡ് ഫ്രം ക്രൈസ്റ്റാണ്. ക്രിസ്തുവിന്റെ ഉടമ്പടിയിൽ ഇല്ല അവര്. പഴയ ഉടമ്പടിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഴയ ഉടമ്പടി യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ തീർന്നു. ദാറ്റ്സ് ഫിനിഷ്ഡ് ഫോർ എവർ. പിന്നെ അമേരിക്കക്കാർക്ക് ഇസ്രായേലും അവരുടെ തിയോളജിയും വളരെ പ്രധാനമാണ്. പക്ഷെ ബൈബിളിൽ കർത്താവിന് യേശുക്രിസ്തുവിലുള്ള ജനവും അല്ലാത്ത ജനവും രണ്ട് തരം ആൾക്കാരേ ഉള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ പിന്നെ യഹൂദനുമില്ല, യവനനുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല, ആരുമില്ല. ക്രിസ്തുവിലുള്ളവർ മാത്രം. 2 തരം ആൾക്കാരെ ലോകത്തുള്ളൂ. ഒന്ന് ആദമിനുള്ളവർ, മറ്റൊന്ന് ക്രിസ്തുവിനുള്ളവർ. യഹൂദന്മാരെല്ലാം കർത്താവിലേക്ക് തിരിയുമ്പോൾ അവർ ഉടമ്പടിക്കകത്താവും. അതുവരെയും അവർ ദൈവത്തിന്റെ ന്യായങ്ങളിൽ നിന്ന് അകന്നവരാണ്. യേശുക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്ന ഒരു ദിവസം വരുന്നത് വരെ. അപ്പൊ ദേ ആർ കട്ട് ഓഫ്. ആക്ച്വലി ദേ ആർ നോട്ട് ഇൻ ഗോഡ്സ് ഫേവർ. ഈ ലോകത്തൊരു രാജ്യം കിട്ടുന്നതോ മറ്റു രാജ്യങ്ങളെ ജയിക്കുന്നതോ അവരടിച്ചമർത്തി വെക്കുന്നതോ അവിടുത്തെയുള്ള ആളുകളെ പെർസിക്യൂട്ട് ചെയ്യുന്നതോ ഇതൊന്നും ക്രിസ്തുവിന്റെ നീതിയുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. നമ്മൾ ക്രിസ്ത്യാനികളല്ല ഇത് പറഞ്ഞ് അഭിമാനിക്കാറുണ്ടെങ്കിലും ഇതൊന്നും യേശുക്രിസ്തുവിന്റെ നീതിയുമായി ബന്ധമുള്ളതല്ല. അതെല്ലാം കഴിഞ്ഞു പോയ ഒരു ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ്. പൗലോസ് ഞരങ്ങി വേദനിക്കുന്ന എന്തിനാണെന്നറിയോ? അവരെങ്ങനെയെങ്കിലും ഈ കർത്താവിനെ ഒന്ന് അറിഞ്ഞു വന്നിരുന്നെങ്കിൽ. എന്റെ ചാർച്ചക്കാരെല്ലാം കർത്താവിന്റെ ഈ പ്ലാനിൽ നകന്നു പോവാണല്ലോ, അതാ വേദന. അവരുടെ മെറ്റീരിയൽ ആയിട്ടുള്ള സമൃദ്ധി കണ്ടിട്ട് പുകഴ്ത്തി പറയോ അല്ല പൗലോസ് ചെയ്യുന്നത്. ഹി വിൽ നെവർ ഡു ദാറ്റ്. ഹി വുഡ് നെവർ ഡു ദാറ്റ്. നമ്മൾ ഒരു യുദ്ധം ജയിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷം. പഴയ നിയമത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നാണ് നമ്മുടെ വിചാരം. നോ, ദേ നീഡ് ടു കം ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് അവർ മടങ്ങി വരണം. വാഗ്ദത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ പറഞ്ഞില്ലേ, വാഗ്ദത്തങ്ങളെല്ലാം അവരുടേതാണെന്ന്. അവരതെല്ലാം ഐഹികമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. യേശുക്രിസ്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ദേ ഇന്റർപ്രറ്റഡ് എവറിത്തിങ് ഇൻ ദ വേൾഡ്ലി വേ. കർത്താവ് പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല. അതായിരുന്നു യഹൂദന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം. എബ്രഹാമിനെ പോലുള്ള വിശുദ്ധന്മാർ ഐഹികമല്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി അന്വേഷിച്ചു നടന്നു. പക്ഷെ വൻതോതിൽ ഇസ്രായേലിയർ എന്ത് ചെയ്തു? ആ ഐഹികമല്ലാത്ത ആത്മീക വാഗ്ദത്തങ്ങളെ നിരസിച്ചു. They rejected the law, rejected Christ. ഐഹികമായ രാജ്യത്തിന് വേണ്ടി അവർ ഇന്നും കാത്തിരുന്നു. അതെല്ലാം ആ പുതിയ നിയമ കവനന്റ് ദൈവം അതെല്ലാം അനുവദിച്ചു കൊടുത്തു, ദൈവം എല്ലാം സാധിച്ചു കൊടുത്തു. അതെല്ലാം നമുക്കറിയാം. പക്ഷെ they are not in God's favor until they come to Christ. ക്രിസ്തുവിലേക്ക് വരാതെ. അതുകൊണ്ടാണ് പൗലോസിന് ഇത്ര ദുഃഖം. പൗലോസ് പറയാണ് നശിച്ചു പോകുന്ന അവരുടെ കൂടെ അവർ നശിച്ചു പോവുക. എത്ര മനുഷ്യരാ സഹോദരങ്ങളെ യഹൂദന്മാരുടെ ഇപ്പം മരിക്കുന്നത്? എത്രയോ നാളായിട്ട് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിട്ടുന്ന ആളുകൾ മരിച്ചു. എത്രയോ രാജാക്കന്മാർ പീഡിപ്പിച്ചു. ഇസ്രായേൽ എന്നൊരു രാജ്യം നാളെ ശരിക്കും വരുമായി ഇപ്പൊ വന്നിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അത്രയും നാൾ നശിച്ചുപോയ ആൾക്കാരെല്ലാം ക്രിസ്തു ഇല്ലാതെ അക്കേഴ്സ്ഡ് ആയി പോയില്ലേ? ഹൗ മെനി ഡൈഡ് വിത്തൗട്ട് ദ സേവിംഗ് നോളജ് ഓഫ് ക്രൈസ്റ്റ്. വാഗ്ദത്തമുള്ള ജനം when they rejected Christ.
അപ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ. പൗലോസിന് അതൊരു ഭയങ്കര പെയിനാണ്, ദേ ആർ നോട്ട് സേവ്ഡ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഐ ഹാവ് ഓൺലി വൺ ഡൈമെൻഷണൽ യൂണിവേഴ്സ്. എനിക്ക് യൂണിവേഴ്സിൽ വേറെ ഒരു ഡൈമെൻഷൻ അറിയത്തില്ല. ക്രൈസ്റ്റ് അലോൺ. വേറെ ഒന്നിനെ കുറിച്ച് ഐ എം നോട്ട് കൺസേൺഡ്. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ ഇൻ ഗോഡ്സ് ഫേവർ. ഇഫ് യു ആർ നോട്ട്, യു ആർ നോട്ട്. എന്റെ വേൾഡ് വ്യൂ അത്ര സിമ്പിൾ, അത്രേ ഉള്ളൂ എനിക്ക്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാണ്, എല്ലാ വാഗ്ദത്തങ്ങളുടെ അവകാശികളാണ്. ക്രിസ്തുവിലല്ലേ, യു ഡോണ്ട് ഹാവ് എനിത്തിങ്. കാരണം പഴയ നിയമ ന്യായപ്രമാണങ്ങളുടെ സാങ്കത്യം അല്ലെങ്കിൽ അതിന്റെ സാങ്ക്ടിറ്റി എന്തായിരുന്നറിയോ? ആ നിഴലുകളുടെ എല്ലാം സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് അതിനൊരു പൊരുൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വെൻ ദേ ആർ സാക്രിഫൈസിങ് ഇൻ ദ ടെമ്പിൾസ്, ആ നിഴലുകളെല്ലാം യേശു ക്രിസ്തു എന്ന പൊരുളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ സാക്രിഫൈസ് ചെയ്തത്. ആ പൊരുളിനെ അവർ റിജക്ട് ചെയ്യുന്നിടത്തോളം കാലം ആ നിഴലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ബിക്കോസ് എവറി സാക്രിഫൈസ് ദേ ഡിഡ് വെർ പോയിന്റിങ് ടു ക്രൈസ്റ്റ്. അപ്പൊ അതില്ലെങ്കിൽ ആ സാക്രിഫൈസ് ഒക്കെ വെറും മണ്ണിൽ വരച്ച, അല്ല വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ബിക്കോസ് ഇൻ ക്രൈസ്റ്റ് എവറിത്തിങ് കംസ് ടുഗദർ. അവൻ വേർപാടിന്റെ നടിച്ചുവരിനെ ഇല്ലാതാക്കി. യഹൂദനും യവനനും എന്നുള്ള വേർപാടിന്റെ നടിച്ചുവരിനെ ഇല്ലാതാക്കി. പക്ഷെ ദൈവം പിന്നെയും അവർക്ക് വാഗ്ദത്തങ്ങൾ കൊടുത്ത് ഇങ്ങനെ ആ യഥാർത്ഥ ആത്മീക വാഗ്ദത്തങ്ങളിലേക്ക് വരാൻ ദൈവം കാത്തിരിക്കുകയാണ്. നമ്മളാണ് അത് അവരുടെ അടുത്ത് എത്തിക്കേണ്ടത് പറ്റുന്നിടത്തോളം. കാരണം ഇന്നും ആളുകൾ നശിച്ചു പോകുന്നു. അന്ത്യകാലത്ത് ഒന്നിച്ചു കൂട്ടായി രക്ഷിക്കപ്പെടും, ദാറ്റ്സ് റൈറ്റ്. പക്ഷെ ഇന്ന് നശിച്ചു പോകുന്ന ആൾക്കാരോ, ഇന്ന് കോവിഡ് വന്നു മരിക്കുന്നവരോ, ഹൗ മെനി ഓഫ് ദം ആർ നോട്ട് ഈവൻ വെൻ ദേ ആർ ഹോൾഡിംഗ് ഐസയ ചാപ്റ്റർ 53 ഇൻ ദ ഹാൻഡ്. ക്രിസ്തുവിനെ റിജക്ട് ചെയ്ത് ഇന്നും മരിച്ചു പോകുന്നു. പൗലോസിന്റെ കരച്ചിൽ അതാ. പൗലോസ് ശരിക്കും എന്റെ ദുഃഖം എന്താണ്, അവരെ കുറിച്ച് ഓർത്തുള്ള എന്റെ ദുഃഖം, ഇത്രയും വാഗ്ദത്തങ്ങളും പ്രവാചകന്മാരും കയ്യിൽ പിടിച്ചോണ്ട് അവർക്ക് നിഷേധിക്കാൻ പറ്റുന്ന അനുസരണക്കേട് എത്ര ഭയങ്കരമാണ്. പൗലോസ് അതോർത്താണ് കരയുന്നത്. അപ്പോൾ ശരിക്കും ഇസ്രായേൽ മക്കളുടെ രക്ഷ കർത്താവിലേക്ക് തിരിയാൻ വേണ്ടി, ഇസ്രായേൽ മക്കൾ മാത്രമല്ല ലോകത്തിലെ ഏത് മനുഷ്യരും യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കുവാൻ, അവൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് രക്ഷ പ്രാപിക്കുവാൻ നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ക്രിസ്തുവിനോട് വെളിപ്പെട്ടത് ശരിക്കും അവർക്കുള്ള സുവിശേഷമായിരുന്നു. ഈ രക്ഷ അവരുടെ ആയിരുന്നു. അവരിതായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവരത് സ്വീകരിച്ചില്ല. They looked for a visible kingdom and they were deceived. അവർ ചതിക്കപ്പെട്ടു. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണം, ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതായിരുന്നു. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ആരുടെ പിതാക്കന്മാരാ? അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. പൗലോസ് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം. പിതാക്കന്മാർ അവരുടെ ആയിരുന്നു എന്നാണ്. ഇപ്പൊ അല്ല. എന്തുകൊണ്ട് ഇപ്പൊ അല്ല? ഇപ്പൊ അവർ നമ്മുടെ പിതാക്കന്മാരായിപ്പോയി. അതെങ്ങനെയായി? ഈ വാഗ്ദത്തങ്ങളെല്ലാം അവരുടെ ആയിരുന്നു. അബ്രഹാം അവരുടെ പിതാവായിരുന്നു. ഫിസിക്കൽ ഡിസെൻഡൻസ് നോക്കുവാണെങ്കിൽ എബ്രഹാമിന്റെ മക്കളായിരുന്നു. ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം. അപ്പൊ അവരുടെ ആയിരുന്നു അവകാശങ്ങൾ. അതിനൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ പിതാക്കന്മാരും അവർക്കുള്ളവരായിരുന്നു. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പൊ ജഡപ്രകാരം നോക്കുവാണെങ്കിൽ, ശാരീരികമായി നോക്കുവാണെങ്കിൽ യേശു ക്രിസ്തു യഹൂദന്മാരുടെ നിന്നാണ് വന്നത്. പക്ഷെ ശരിക്കും യേശു ക്രിസ്തു ജഡപ്രകാരം യഹൂദന്റെ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതുകൊണ്ട് യഹൂദന്മാരുടെ ആളാണ് ക്രിസ്തു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. യേശു ക്രിസ്തു സർവ്വലോകത്തിനും കർത്താവാണ്. പക്ഷെ ഈ സർവ്വലോകത്തിനും കർത്താവായ യേശു ക്രിസ്തു വന്നത് യഹൂദന്മാരിലൂടെയാണ്. കാരണം അവകാശങ്ങൾ അവർക്കായിരുന്നു, വാഗ്ദത്തങ്ങൾ അവർക്കായിരുന്നു, പിതാക്കന്മാർ അവർക്കായിരുന്നു, ദൈവത്തിന്റെ ഉടമ്പടികൾ അവരോടായിരുന്നു. ഇതെല്ലാം യഹൂദന്മാരോടായിരുന്നു, ഇസ്രായേൽ മക്കളോടായിരുന്നു. അവരുടെ നടുവിൽ നിന്നാണ് ക്രിസ്തു വന്നത്. അവൻ സർവ്വത്തിന് മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. യേശുക്രിസ്തു ദൈവമാണോ എന്ന് സംശയിക്കുന്നവരോട് പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജലപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിന് മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ എന്നേക്കും വാഴ്ത്തപ്പെട്ട ദൈവം ജഡരൂപം എടുത്ത് വന്നത് അവരിൽ നിന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഇപ്പൊ യേശുക്രിസ്തു ദൈവമാണോ എന്ന് സംശയിക്കുന്ന ആൾക്കാര് നമ്മുടെ ഇടയിൽ കിട്ടുന്നു. നമ്മുടെ ഇരിപ്പുണ്ടെന്ന് പറയാൻ കാരണം ഇന്ന് ഈ ഫേസ്ബുക്കിലുള്ള ഡിബേറ്റ് ഒക്കെ കേട്ട് ആളുകള് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്.
പ്രിയ സഹോദരങ്ങൾ, യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ നമ്മുടെ രക്ഷ വെറുതെയാണ്. യഹോവസാക്ഷികൾക്ക് ഒരിക്കലും രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റില്ല, കാരണം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സാൽവേഷൻ ക്യാൻ നെവർ ബി കംപ്ലീറ്റ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രക്ഷയുടെ അവസാനം സംഭവിക്കുന്ന എന്താ? നമ്മളെല്ലാവരും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, കുഞ്ഞാടിനെ നമസ്കരിക്കും. അപ്പൊ ദൈവമല്ലാത്ത ഒരാളെ, ഒരു സൃഷ്ടിയെ നമസ്കരിക്കാനാണോ നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്? ഇതിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും നമസ്കരിക്കരുതെന്നുണ്ടല്ലോ. അപ്പൊ പിതാവ് നമ്മളെ, പുത്രനെ വണങ്ങുക എന്ന് ദൂതന്മാരോട് വരെ കൽപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവസാനം ഒന്നാം കൽപ്പന ലംഘിക്കാനാണോ സ്വർഗത്തിൽ പോകുന്നത്? അല്ല. അവനെ വണങ്ങാൻ പറഞ്ഞാൽ അതിനർത്ഥം അവൻ ദൈവമാണെന്ന് തന്നെയാണ്. He's God, that's why we are asked to worship him. അതുപോലെ യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് പറയുന്നതിന് ഇത്ര കാര്യം എന്താ? ഒരു സൃഷ്ടിയല്ലേ അയച്ചുള്ളൂ, വേറൊന്നിനെ സൃഷ്ടിച്ചുകൂടെ? അതിനകത്ത് കർത്താവിന്റെ ഇത്ര വലിയ സ്നേഹം എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒൺലി സൺ, അവന്റെ ഏകപുത്രനെ, ഏകജാതനായ എന്നുള്ള ആ യഥാർത്ഥ ഒറിജിനൽ വേർഷനിൽ ഇല്ല, അവന്റെ ഒരേ ഒരു പുത്രനെ അവൻ നമുക്ക് വേണ്ടി അയച്ചു എന്ന് പറയുന്നതിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു പറയുമ്പം അതിനർത്ഥം എന്താ? സൃഷ്ടിയാണെങ്കിൽ അത്ര സ്നേഹം എന്ന് പറയാനുണ്ടോ? പിന്നെ ഒന്നിനെ സൃഷ്ടിച്ചാൽ പോരെ? അപ്പൊ യേശു ക്രിസ്തുവിനെ നമുക്കായി നൽകി എന്നുള്ള ദൈവ സ്നേഹം നമുക്ക് മനസ്സിലാകണമെങ്കിൽ തന്നെ ആ ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റും. ഈ വാക്യം അങ്ങനെ പറയുന്നത്, സകലത്തിനും മീതെ ദൈവമായി ഉയർത്തപ്പെട്ടവൻ അവരിൽ നിന്നാണ് വന്നത്. അപ്പം ഇസ്രായേൽ മക്കൾക്ക് എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാക്യം നമ്മളെ കാണിച്ചു തരുന്നു. അടുത്ത വാക്യം. പക്ഷേ അപ്പൊ ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ അവർക്കുണ്ടായിരുന്നല്ലോ, അത് ദൈവം നിറവേറ്റിയില്ലേ? കാരണം നമ്മൾ നേരത്തെ റോമാലേഖനം 4-ാം അധ്യായം വായിച്ചപ്പോഴ് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ദൈവം തന്റെ വാഗ്ദത്തത്തെ നിറവേറ്റുമ്പോൾ ആർക്കാ നിറവേറ്റുന്നത്? വിശ്വസിക്കുന്നവർക്കാണ് പറഞ്ഞത് അല്ലെ. എബ്രഹാമിന് എങ്ങനെ വാഗ്ദത്തം നിറവേറിയത്? അവന്റെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. എബ്രഹാം എന്താ വിശ്വസിച്ചത്? ദൈവത്തിന് അവന്റെ വാഗ്ദത്തത്തെ നിറവേറ്റാൻ ഞാൻ സഹായിക്കേണ്ട കാര്യമില്ല, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവന്റെ വിശ്വസ്തത പെർഫെക്റ്റ് ആണ്. അതാണ് അബ്രഹാം വിശ്വസിച്ചത്. മീൻസ് കർത്താവ് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ മനുഷ്യന്റെ സഹായം ദൈവത്തിന് ആവശ്യമില്ല. പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയാം? പഴയ നിയമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഉടമ്പടിയാണ് നമ്മൾ കാണുന്നത്. ദൈവം പറയാണ്, നീ ഇന്ന രീതിയിൽ ജീവിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ അടി കിട്ടും, നിനക്ക് അടി കിട്ടും. ഇതാണ് മോശയുടെ പ്രമാണം. അത് അനുസരണ കെട്ടവർക്ക് കൊടുക്കുക. എന്തിനാ അങ്ങനെ കൊടുത്തത്? ഈ കൽപ്പന കൊടുത്തില്ലെങ്കിൽ അവർ അനുസരിക്കില്ല. ഇപ്പൊ നമ്മളൊരു കൊച്ചിനോട് പറയാ, എടാ നീ ഇന്ന പണികൾ ചെയ്തു തീർക്കണം. അപ്പം പറയാം, ഇല്ലില്ല ഞാൻ ചെയ്തില്ല. അപ്പൊ ചോക്ലേറ്റ് തരാം. ഇന്നത്തെ പിള്ളേർക്ക് ചോക്ലേറ്റ് ഉള്ള കാര്യമാണ്. എനിക്കങ്ങനെ വേണ്ട. അടുത്തത്, നീ ഈ പണി ചെയ്തില്ലെങ്കിൽ നിനക്ക് അടി കിട്ടും. ആ എന്നാ ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് നിയമം, ന്യായപ്രമാണം. അപ്പൊ കർത്താവ് പറയാൻ, ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യണം, ചെയ്തില്ല അടി കിട്ടും, ചെയ്താൽ നിന്നെ ചോക്ലേറ്റ് തരാം. ആ ചോക്ലേറ്റ് ആണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കാണുന്നത്. അതാണ് നമ്മളെല്ലാം എടുത്ത് ഫ്രെയിം ചെയ്തൊക്കെ ഒരു കാലത്ത് വെച്ചോണ്ട് ന്യായപ്രമാണത്തിന്റെ ചോക്ലേറ്റ്. നിന്റെ ദേശത്ത് അനുഗ്രഹിക്കും. അത് നമ്മുടെ 9-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ ആ ഭാഗം ഞാൻ പറഞ്ഞില്ലേ. നാളെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച്, ദേശത്ത് അനുഗ്രഹിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഉണ്ട്. അവർക്ക് പറ്റിയ പറ്റെന്താ, ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താന്ന് പൗലോസ് പറഞ്ഞു വരുന്നിടത്ത് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ദൈവ വാഗ്ദത്തങ്ങൾക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. ദൈവം വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടി ഈ പഴയ നിയമത്തിന്റെ പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരുടെ ഭാഗം മനുഷ്യർ ചെയ്താൽ ദൈവത്തിന്റെ ഭാഗം ദൈവം ചെയ്യും. ഇതാണ് മോശയുടെ ഉടമ്പടിയുടെ പ്രത്യേകത. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തെക്കാളും കട്ടിയായ നിയമങ്ങളുണ്ട്, നീതിയുണ്ട്, ഡിമാൻഡുകളുണ്ട്. നമ്മൾ അനുസരിച്ചേ പറ്റുതാണ്, അനുസരിക്കാതെ രക്ഷയില്ലതാണ്. പക്ഷേ ഈ ഡിമാൻഡുകളെല്ലാം പൂർത്തിയാക്കുന്നത് ദൈവം തന്നെയാണ്. അതാണ് ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത.
ഇതിന് തിയോളജിയിൽ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഉടമ്പടി എന്നാണ്, നിത്യതയിലുള്ള ഒരു ഉടമ്പടി, എ കവനന്റ്. ആ കവനന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവ് പറയാണ്, ഇത് ശരിക്കും വേദപുസ്തകം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. കാരണം ആ രക്ഷയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ജസ്റ്റ് ആൻ ഇല്ലസ്ട്രേഷൻ. ഇതിങ്ങനെയാണ് പിതാവ് പറയാണ്, നമുക്ക് ഇത്രയും പേരെ രക്ഷിക്കണം. യോഹന്നാൻ 3:16 ലോകത്തിൽ എല്ലാ മനുഷ്യരും നശിച്ചു പോകരുത്, നമുക്ക് അവരിൽ ചിലരെ നിത്യതയിലേക്ക് വേണം. പക്ഷെ നമ്മൾ എങ്ങനെ ഇവരെ സ്വർഗത്തിൽ കൊണ്ടുവരാൻ പറ്റും? ഇത്ര മോശമായിട്ട് ജീവിക്കുന്ന, ജഡത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന, പാപത്തെ സ്നേഹിക്കുന്ന ഇവരെ നമ്മൾ ദൂതന്മാരെ പോലും വെട്ടിക്കളഞ്ഞല്ലേ ഈ സ്വർഗത്തിൽ ഇവരെ കയറ്റാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പൊ പിതാവ് പറയുവാണ്, കണ്ടീഷൻ ഒന്നും കുറയ്ക്കണ്ട. ഇങ്ങനൊരു കോൺവെർസേഷൻ തമ്മിൽ അവർ നടന്നിട്ടില്ല കേട്ടോ. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫെക്റ്റ് ആയിട്ട് അറിയാം. ഇങ്ങനെ വർത്താനം പറഞ്ഞ് തീരുമാനിക്കേണ്ട, മനുഷ്യർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നവർ തീരുമാനിക്കേണ്ട കാര്യമൊന്നും ദൈവത്തിനില്ല. ദൈവം എല്ലാം സർവജ്ഞാനി ആയതുകൊണ്ട് ഹിസ് ഡിസിഷൻസ് ആർ ഫൈനൽ. ഞാനിത് മനുഷ്യരുടെ ബുദ്ധിയിൽ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ഉടമ്പടി എങ്ങനെ വർക്ക് ചെയ്തു ഒരു നിബന്ധനയും കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് സ്വർഗത്തിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരുമായ ആൾക്കാരും മതി. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച് കുറെ കൽപ്പനകൾ കൊടുത്താൽ അവർ നന്നാവുന്നതാണ് അവന്റെ ചിന്ത. അതാണ് പഴയ നിയമം. അപ്പൊ പുത്രൻ പറയാണ്, അതുകൊണ്ട് പറ്റത്തില്ലല്ലോ, അതിന്റെ ആന്തരികമായ നിയമം പൂർത്തിയാവണ്ടേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ രക്ഷിക്കാൻ പോകുന്ന, വിശ്വസിക്കാൻ പോകുന്ന ആൾക്കാരെയെല്ലാം ഞാൻ രക്ഷിക്കാം. എങ്ങനെ? ഞാൻ അവരുടെ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്തോളാം. അവർക്ക് പകരം ഞാൻ മരിക്കാം, അവർക്ക് പകരക്കാരനായിട്ട് ഞാൻ ജീവിക്കാം. എന്റെ മരണത്തിലൂടെ, അനുസരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ അവരെ നമുക്ക് രക്ഷിക്കാം. അതിനെന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കും. പുതിയ നിയമത്തിന് ഭയങ്കര കണ്ടീഷൻസാണ്. പക്ഷെ കൃപ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന കർത്താവാണ്. നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഐ ബിലീവ് ഇൻ ഹിം. ദാറ്റ്സ് വാട്ട് ഗോഡ് ആസ്ക്സ് us. വിശ്വസിക്കുക. ബിലീവ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് an unconditional covenant. വിശ്വാസം ഒരു കണ്ടീഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശ്വാസം എന്നൊരു കണ്ടീഷൻ വേണമെങ്കിൽ നമുക്കൊരു കണ്ടീഷനായിട്ട് പറയാം. അല്ലെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീൻസ് ആയിട്ടും പറയാം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. മനുഷ്യരെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കണ്ടീഷൻ ഫെയ്ത്ത് എന്ന് പറയാം. പക്ഷെ ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യന് ദാനമായി നൽകിയ ഒരു മീൻസ്, ഒരു വഴി ആണ് ഫെയ്ത്ത് എന്ന് പറയാം. രണ്ടും ശരിയാണ്. രണ്ടും ഒരേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. Okay, faith is a condition and it's also a means that God gave to save us. അപ്പൊ ഇനി വാഗ്ദത്തങ്ങളുടെ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല്, ദൈവം വലിയ വലിയ വാഗ്ദത്തങ്ങൾ കൊടുത്തു എന്ന് നമുക്കറിയാം പഴയ നിയമത്തില്. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ നിറവേറിയില്ലല്ലോ എന്നൊരു സംശയം ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. പൗലോസ് പറയുക, അവരെങ്ങനെയാണ് ഇത്രയും വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും എല്ലാം ഉണ്ടായിട്ടും അക്കേഴ്സ്ഡ് ആയിപ്പോയത്, ശപിക്കപ്പെട്ടവരായിപ്പോയത്, ക്രിസ്തുവിൽ നിന്ന് വിട്ടകന്ന് ശാപഗ്രസ്തരായിപ്പോയത് എങ്ങനെയാണ് എന്ന് പൗലോസ് ചോദിക്കും. അതിന്റെ മറുപടി പൗലോസ് തന്നെ പറയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം വർക്ക് ചെയ്യുന്നത് നോക്കി. ദൈവവചനം വൃഥാവായി പോയി എന്ന് വിചാരിക്കരുത്. കാരണം വാഗ്ദത്തങ്ങൾ അവരുടെയാണ്, പിതാക്കന്മാർ അവരുടെയാണ്, ഉടമ്പടികൾ അവരുടെയാണ്, ക്രിസ്തുവും അവരിൽ നിന്നാണ് വന്നത് എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം വെറുതെ ആയി പോയി എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. വാഗ്ദത്തം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം എന്നറിയോ? ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിലിരുന്നു. എബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അതാ പ്രശ്നം. ഇനി ഇങ്ങോട്ട് പറയാൻ പോകുന്ന വാക്കുകൾ കേട്ടാൽ യഹൂദന്മാര് പൗലോസിനെ തല്ലിക്കൊന്നില്ലെങ്കിലും അതുപോലത്തെ വാക്കുകളാ പറയാം. സ്നേഹം കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന്റെ തീരുമാനങ്ങളെ തടയാൻ പറ്റില്ല. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് അവർ അബ്രഹാമിന്റെ മക്കളല്ല, വാഗ്ദത്തത്തിന്റെ യഥാർത്ഥ അവകാശികൾ അവരല്ല. പഴയ നിയമത്തിൽ ദൈവം നൽകിയിരുന്ന വാഗ്ദത്തങ്ങളുടെ യഥാർത്ഥ അവകാശികൾ ഇസ്രായേൽ മക്കളല്ല. ഇവിടെ പറയാണ്
ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരല്ല ഇസ്രായേലിൽ നിന്നും. എബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അത്രയേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം? ഗലാത്യ ലേഖനത്തിലും പൗലോസ് ഇതേ തോട്ട് ആവർത്തിക്കുന്നുണ്ട്. അത് വളരെ തീക്ഷ്ണമായ ഒരു ചിന്താഗതിയിലൂടെയാണ് അവിടെ പോകുന്നത്. ഓക്കെ, 21-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവിൻ. എബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, എബ്രഹാമിന്റെ വാഗ്ദത്തം എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ എബ്രഹാമിന്റെ മക്കൾ ആരാന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പറയണം, പിന്നെ മാറിപ്പോരുത്. എബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആരൊക്കെയാണ്? ഇസ്മായിൽ, ഇസ്ഹാക്കും. ദാസിയുടെ മകൻ ജഡപ്രകാരവും, ജഡത്തിന്റെ തീരുമാനമായിരുന്നു ഇസ്മായിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. എബ്രഹാം ദൈവത്തെ സഹായിക്കാൻ പോയതാ. വാഗ്ദത്തം എന്തായാലും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനി നടന്നില്ലെങ്കിൽ പ്രായം വരുമല്ലേ, അപ്പം ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാം, അതാണ് ജഡം. ദൈവത്തെ നമ്മൾ സഹായിക്കാൻ നടക്കുന്നതാണ് ജഡം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ തകർന്ന് കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണ് ആത്മ. അപ്പൊ എബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, മറ്റൊരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇതൊരു സദൃശ്യമാകുന്നു. പൗലോസ് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരാതെ വിട്ടുകളഞ്ഞേക്കുന്ന വാക്യങ്ങളാണ്. ഞാൻ ഈ വാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ വേറൊരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നെന്നോ ഈ ഗ്രീക്കിൽ ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതേ ഉള്ളൂ. ഇത് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ബൈബിളിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. ഇത് സദൃശമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. കൊള്ളാം. ഹാഗർ ഒരു നിയമമാണ്, സാറയും ഒരു നിയമമാണ്. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. ദാറ്റ് മീൻസ് ഫിസിക്കൽ യെരുശലേം, ഇസ്രായേൽ. ജഡപ്രകാരമുള്ള മക്കൾ, എബ്രഹാമിന്റെ ബ്ലഡ് വഴിയുള്ള മക്കൾ. എബ്രഹാമിന് മക്കളുടെ അങ്ങനെ ജഡം കൊണ്ടുണ്ടായ മക്കൾ. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. അടിമത്വം എന്ന് പറയുന്നത് ഇവിടുത്തെ റോമാക്കാരുടെ കീഴിലുള്ള അടിമത്തം അല്ല, ന്യായപ്രമാണത്തിന്റെ അടിമത്തം, പാപത്തിന്റെ അടിമത്തം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. 26-ാം വാക്യം. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പൊ നമ്മളാരാ? യഥാർത്ഥ യെരുശലേം, ജഡപ്രകാരമുള്ള യെരുശലേം അല്ല. സീനായി മലയിൽ കാണുന്ന അടിമത്തമല്ല. നമ്മൾ മേലുള്ള യെരുശലേമിലെ ആളുകളാണ്. നമ്മളാണ് യഥാർത്ഥ വാഗ്ദത്തത്തിന്റെ അവകാശികൾ. We will go to a Jerusalem that's high up in heaven. അപ്പൊ ശരിക്കും ഈ വാഗ്ദത്തം കൊടുത്തിരുന്നത് ആർക്കാണ്? ജഡപ്രകാരം മക്കളായവർക്കല്ല. അതുകൊണ്ട് ദൈവം വാഗ്ദത്തം നിറവേറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്വം നിറവേറ്റി, പക്ഷെ ജഡപ്രകാരം ഉള്ള മക്കൾക്കല്ല. ദൈവം എബ്രഹാമിന് വാഗ്ദത്വ പ്രകാരം നൽകിയ മക്കളിലൂടെയാണത് നിറവേറ്റിയത്. അവിടെ ഇസ്ഹാക്കിന്റെയും ഇസ്മായേലിന്റെയും കാര്യം പറഞ്ഞ് പൗലോസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആ ഇസ്മായേൽ എന്ന് പറയുന്നത് മുഴുവൻ ജഡപ്രകാരം ഉണ്ടായതും ഇസ്ഹാക്ക് എന്ന് പറയുന്നത് വാഗ്ദത്ത പ്രകാരം ഉണ്ടായതുമാണെങ്കിൽ നമ്മൾ വാഗ്ദത്ത സന്തതിയുടെ ഭാഗവും ജഡപ്രകാരം ഉണ്ടായ ഇസ്രായേല് അടിമ സന്തതികളുടെ ഭാഗവുമായിട്ടാണ് പൗലോസ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണോ നോക്കാം. മീതെയുള്ള യെരുശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ്. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിനിയുടെ മക്കൾ. അതായത് പ്രസവിക്കാത്ത, നോവ് കിട്ടാത്ത
ആ സ്ത്രീയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ഉണ്ടാകുന്ന മക്കളെക്കാളും അധികം മക്കൾ ആർക്ക് കിട്ടും? ഒരിക്കലും പ്രസവിക്കാത്ത അമ്മമാർക്ക് കിട്ടും. ഇത് ഹാഗറിനെ കുറിച്ചും സാറയെ കുറിച്ചാണ് പറയുന്നത്. ആത്മീകമായ ഹാഗർ, ആത്മീകമായ സാറ. സീനായ് മലയെ കുറിച്ചാണ് ഹാഗർ എന്ന പരാമർശം നടത്തുന്നത്. അപ്പോൾ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കാൻ നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം. ആത്മീക സന്തതികളാണ്. ആത്മീക സന്തതികൾ കൂടുതൽ ഉണ്ടാകുന്നത് ഭർത്താവ് ഉള്ളവൾക്കല്ല, ഭർത്താവ് ഇല്ലാത്ത ഏകാകിനിക്കാണെന്നാണ് പൗലോസ് പറയുന്നത്. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. അടുത്ത വാക്യം, എന്നാൽ എന്ന് ജഡപ്രകാരം ജനിച്ചവൻ. അപ്പൊ ഇസ്രായേൽ മക്കൾ, അന്നത്തെ ഇസ്രായേൽ മക്കൾ നമ്മളെ ഈ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് എഴുതുന്ന ആലോചിക്കണം. അവിടെ പറയാണ്, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. യഹൂദന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു? ഈ വാഗ്ദത്ത പ്രകാരം വന്ന മക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശി ആവുകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കൾ അത്രേ എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. കാരണം ഇസ്രായേൽ മക്കൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ, ഗലാത്യ ലേഖനത്തിൽ മുഴുവൻ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ 3:16 നോക്കി എങ്ങനെയാണ് ഈ സന്തതി, ആത്മീക സന്തതി ആരാണ്? 16 വാക്യം, എന്നാൽ എബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പൊ എബ്രഹാമിന്റെ സന്തതിക്കാണ് അവകാശം, അത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം അവകാശികളാണ്. ഇതല്ലാതെ വേറൊരു സ്കീമും ഇല്ല ദൈവത്തിന്. There is only one way to go to heaven and that's through Christ. അപ്പൊ യഹൂദന്മാരെ കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന, കർത്താവെ അവർ മാനസാന്തരത്തിലേക്ക് വന്ന് വാഗ്ദത്ത സന്തതികളുടെ ഭാഗമായിട്ട് ചേർന്ന് യഥാർത്ഥത്തിൽ എബ്രഹാമിന് വെച്ചിരുന്ന നിത്യ അവകാശങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ വിശ്വാസത്തിൽ അവരെ വളർത്തുവാൻ തക്കവണ്ണം ശുശ്രൂഷകരെ അയക്കണമേ, അവരുടെ ഹൃദയത്തെ തുറക്കണമേ, അവർ കർത്താവിനെ കണ്ട് രക്ഷിക്കപ്പെടാൻ അവരെ സഹായിക്കണമേ, അവർ ഈ കവനന്റിലേക്ക്, പുത്രത്വത്തിലേക്ക്, ആ വാഗ്ദത്തങ്ങളുടെ നിറവേറലിലേക്ക്, ഇസ്ഹാക്കിന്റെ യഥാർത്ഥ സന്തതിയായ ക്രിസ്തുവിന്റെ അവകാശങ്ങളിലേക്ക് അവർ വരുവാനിടയാകണമേ എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ നമ്മൾ റോമാലേഖനത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് 8-ാം വാക്യം പറയാണ്, 7-ാം വാക്യം, അബ്രഹാമിന്റെ സന്തതി ആകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഇത് നോക്കിയോണേ, ഇതെല്ലാം പൗലോസ് ഇല്ലസ്ട്രേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അടുത്ത വാക്യം നോക്കിയേ, 9-ാം വാക്യം, ഈ സമയത്തേക്ക് ഞാൻ വരും, കൃത്യസമയത്ത് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കർത്താവ് തക്ക സമയത്ത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു വാഗ്ദത്ത സന്തതി കാണാൻ പറ്റും. ആ രീതിയിലാണ് പൗലോസ് ഇവിടെ അത് വ്യാഖ്യാനിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് വാക്യങ്ങൾ ഇത്തിരി കട്ടിയുള്ള വാക്യങ്ങളാണ്, നമുക്ക് നോക്കാതെ വായിച്ചു നോക്കാം. 9-ാം വാക്യം, 10-ാം വാക്യം, അത്രയുമല്ല, റെബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് പറയേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് വേണം ഒന്നുകൂടെ വായിച്ചു നോക്കാം.
എന്താണ് അവിടെ പൗലോസ് പറയുന്നത്? കുട്ടികൾ ജനിച്ചിട്ടില്ല, അവരുടെ ഗുണങ്ങളോ ദോഷങ്ങളോ അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം റബേക്ക ഇസ്ഹാക്കിൽ നിന്ന് ഗർഭം ധരിച്ചു, വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർ വെളിയിലോട്ട് വന്നിട്ടില്ല, അവർ ഗുണമോ ദോഷമോ പ്രവർത്തിച്ചൊരു അക്കൗണ്ട് വന്നിട്ടില്ല. പക്ഷെ ദൈവം തീരുമാനിച്ചു ഇളയവനെ മൂത്തവൻ സേവിക്കും എന്ന് തീരുമാനിച്ചു. അവിടെ പറയാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഏശാവിനെ ദ്വേഷിക്കാനും യാക്കോബിനെ സ്നേഹിക്കാനും ആ യാക്കോബോ ഏശാവോ പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും പ്രവർത്തിക്കേണ്ടതായി വന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? ഒരു വലിയൊരു ചോദ്യമാണ്, നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ചില ആളുകൾ പറയുന്നത് ഏശാവ് വളർന്ന് വലുതായി വരുമ്പോൾ അവൻ ഈ പായസം യാക്കോബിന് വിറ്റ്, പായസം കിട്ടാൻ വേണ്ടി, യാക്കോബ് ഉണ്ടാക്കിയ പായസം കിട്ടാൻ വേണ്ടി അവൻ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഏശാവിനെ ദൈവം ദ്വേഷിച്ചത്. ആണോ? ബൈബിൾ എന്താ പറയുന്നത് നോക്കി, ഒരു ഉത്തരം അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഉത്തരം എങ്ങനെയാണ്? 11-ാം വാക്യം, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിന്റെ നിർണയം, ഗോഡ്സ് എലക്ഷൻ, പർപ്പസ് ഓഫ് ഗോഡ് അക്കോർഡിംഗ് ടു ഇലക്ഷൻ. അതായത് ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറണം, അത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു കാരണം അവിടെ ഇല്ല. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല. ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട. 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, മനുഷ്യന്റെ പ്രവൃത്തികൾ നിമിത്തമല്ല, ഏശാവിന്റെയോ യാക്കോബിന്റെയോ പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം എന്ന് വരേണ്ടത്. ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനാ കർത്താവെ ഏശാവിനെ വെറുത്തിട്ട് യാക്കോബിനെ സ്നേഹിച്ചത്? എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമാണ് തെരഞ്ഞെടുപ്പ് എന്ന് വരേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പൊ കർത്താവ് ഇത് നീതിയാണോ? കർത്താവെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അടുത്ത വാക്യം, ആകയാൽ നാം എന്ത് പറയേണ്ടു? 14-ാം വാക്യം, ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഏശാവിനെ വെറുത്തിട്ട് യാക്കോബിനെ സ്നേഹിച്ചു? അടുത്ത വാക്യം പറയാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. നീ ആരാ ചോദിക്കാൻ? എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശയോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പം ഏശാവിനെ വേണോ യാക്കോബിനെ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ? ദൈവമാണ്. നിങ്ങൾ വിഷമിക്കരുത്, ഞാൻ ഉത്തരം വരുന്നേ ഉള്ളൂ. ഡോണ്ട് വറി. അടുത്ത വാക്യം, അതുകൊണ്ട് ഇത് നമ്മളെല്ലാം കൺഫസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൺഫസ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലും അല്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും അല്ല, നമ്മുടെ ഒരു പ്രവൃത്തികളും കാരണമല്ല, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ എല്ലാം സാധിക്കുന്നത്. അപ്പം യാക്കോബ് എങ്ങനെ എല്ലാം സാധിച്ചത്? അവൻ നല്ലവനായിരുന്നു. ഏശാവും യാക്കോബും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഏശാവിനായിരുന്നു. ഉള്ള സത്യം ഞാൻ നിങ്ങൾ തുറന്നു പറയാം. ഒരു മനുഷ്യന്റെ ഇവാലുവേഷൻ വെച്ച് ഏശാവ് പാവമായിരുന്നു, യാക്കോബ് സൂത്രക്കാരൻ. മനുഷ്യന്റെ ഇവാലുവേഷൻ ആണ്. യാക്കോബിന്റെ സ്വഭാവം എന്ത് സ്വഭാവമായിരുന്നത്! ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം അടിച്ചു മാറ്റാൻ വേണ്ടി അമ്മയെ വശത്താക്കി. അമ്മ ഭയങ്കര പക്ഷപാതിയായ അമ്മ. ആ ഏശാവ് അമ്മയുടെ സ്നേഹമില്ലാതെ ആ പാവം കൊച്ചു വളർന്ന്. സിമ്പതി ഇതാ വരുന്നു, മനുഷ്യന്റെ സിമ്പതി. എന്നിട്ട് ഏശാവിന്റെ വേഷം കെട്ടി ആ മുക്കാൽ ഭാഗം അന്ധനായ
ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഇസ്ഹാക്കിന്റെ അടുത്തോട്ട് വിട്ടേക്കാണ്, ഞാൻ ഏശാവാന്നും പറഞ്ഞു. അമ്മ ഒപ്പിച്ചതാണ്. ആരാ സൂത്രക്കാരൻ? ആർക്കാ ഒരു മനുഷ്യന്റെ സിമ്പതി ഉണ്ടാവണ? ആർക്കാ ഉണ്ടാകേണ്ടത്? ആരോടെ ഉണ്ടാകേണ്ടത്? ഏശാവിനോട് ഉണ്ടാകേണ്ടത്. എന്നിട്ട് യാക്കോബ് ഈ ചതി എല്ലാം കാണിച്ചിട്ട് വന്നിട്ട് അവന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അവൻ അവസാനം ഇവൻ അവിടെ പോയിട്ട് അതാ ഈ കല്യാണമൊക്കെ കഴിച്ച് വലിയ പടയും പട്ടാളമായിട്ടൊക്കെ വരുമ്പോ ഇവന് പേടിയായിരുന്നു ഏശാവ് എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ പാവം ഏശാവ് അവിടെ എന്ത് ഡീസന്റ് ആയിരുന്നു. പക്ഷെ കർത്താവ് പറയാം, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു യാക്കോബിനെ സ്നേഹിച്ചു. ഇത് ഭയങ്കര ഒരു ഐറണി ആയിട്ട് നമുക്ക് തോന്നുന്നു. അവിടെ പറയുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവം ബലഹീനമായത് മലിനമായത് തിരഞ്ഞെടുക്കും, എന്നിട്ട് ശുദ്ധീകരിക്കും. യാക്കോബിനെ ആടിച്ച് പൊളിച്ച് കർത്താവ് ഇങ്ങനെ തകർത്ത പോലെ, യാക്കോബിനെ തകർത്ത പോലെ ആ ലാബാന്റെ വീട്ടിൽ പോയി പണിയെടുത്ത് അവൻ ഒരാളെ കെട്ടാൻ വേണ്ടി ഒരു പെണ്ണിന് വേണ്ടി 14 വർഷം അടിമപ്പണി ചെയ്തവനാണ് യാക്കോബ്. നിസ്സാര പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരാളെ ദൈവം ഒതുക്കി ആടിച്ച് നിരത്തി അവസാനം പ്രായമായപ്പോൾ ആ വടിയിൽ ചാരി നിന്ന് മക്കളെ ആശീർവദിക്കുന്ന ആ കാഴ്ച വരുമ്പോഴേക്കും യാക്കോബ് ഒരു പാവമായി മാറിയിട്ടുണ്ട്. ദാരിദ്ര്യം, പട്ടിണി, ഉപദ്രവം എല്ലാം സഹിച്ചു, തകർക്കപ്പെട്ടു. ദൈവം അവനെ ഇങ്ങനെ പണിയുവാണ്. ഒന്നിനും കൊള്ളാത്ത റോ മെറ്റീരിയൽ എടുത്ത് പണിത് കർത്താവ് അവനെ ഒരു വിശുദ്ധ പാത്രമാക്കി മാറ്റിയെടുത്തിരിക്കും. പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയോ? തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ. ആരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ? വാഗ്ദത്ത സന്തതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഇതൊരു വ്യക്തിയുടെ രക്ഷയെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് എങ്ങനെയാണ് എബ്രഹാമിന്റെ സന്തതിയായ ഒരു ഗ്രൂപ്പിനെ ദൈവം, അതായത് ഇസ്ഹാക്ക് എന്ന് പറയുമ്പോൾ, ഇസ്ഹാക്കിന്റെ മക്കൾ യാക്കോബ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. യാക്കോബ് ഒറ്റയാളല്ല, ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു ജാതിയാണ് ആ യാക്കോബ്. അതായത് മറ്റു ജാതികളിലുള്ളവർക്ക് ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റില്ല എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷെ ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത്, അവന്റെ വാഗ്ദത്തത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കുന്നത് ഒരു ജാതിയെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് അവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് അത് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ദാറ്റ്സ് ഗോഡ്സ് സോവറിറ്റി. ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് അവന്റെ തെരഞ്ഞെടുപ്പ്. പക്ഷെ ഇവിടെ ഇത് പറയുന്നത് ഈ ജാതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അതായത് ഏശാവിൽ നിന്ന് വരുന്ന ഒരു പ്രജയല്ല. അപ്പൊ ദൈവത്തിന്റെ തീരുമാനമാണ് യാക്കോബിൽ നിന്ന് വരുന്ന ഒരു പ്രജയെ ദൈവം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ദാറ്റ് വാസ് ഹിസ് ഡിസിഷൻ. അപ്പൊ നമുക്കതിന് എതിർവാദം ഒന്നും പറയാനില്ല. കാരണം ഗോഡ് എലക്റ്റഡ് ഇസ്രായേൽ. അവിടെയാണ് ഇസ്രായേലുമായിട്ടുള്ള കർത്താവിന്റെ ആ സ്നേഹബന്ധം ആരംഭിക്കുന്നത്. യാക്കോബിനോടാണ്. അതിനും മുൻപാണ് എബ്രഹാമിനോടുള്ള വാഗ്ദത്തം. എബ്രഹാമിനോടുള്ള വാഗ്ദത്തങ്ങൾ യൂണിവേഴ്സലാണ്. അതാണ് നമുക്കെല്ലാം കിട്ടുന്നത്. എന്നാൽ ഇസ്രായേലിലൂടെയുള്ള വാഗ്ദത്തങ്ങൾ ആ ഒരു പർട്ടിക്കുലർ നേഷനെ വലുതാക്കി. പക്ഷെ അതെല്ലാം എന്തിന്റെ നിഴലായിരുന്നു? വാഗ്ദത്ത സന്തതിയിലൂടെ അനേകം ആളുകൾ കർത്താവിന്റെ അടുത്തെത്തുന്നതിന്റെ നിഴലായിരുന്നു. അപ്പോൾ അവിടെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്ന മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കും. നമ്മൾ എന്തൊക്കെ തിയോളജി പറഞ്ഞാലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കേണ്ട ആൾക്കാരൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാൻ ഈ വചനമായിട്ട് നിൽക്കുന്നത്. ഒരു 25 years മുമ്പ്, 25-30 years മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ എൻ്റെ 10th ക്ലാസ്സിലെ പിള്ളേരുടെ ഗെറ്റ് ടുഗദറിന് പോയത്. ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായ ആളുകളിൽ ഒരാളായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിച്ചാൽ ഞങ്ങൾ ചേച്ചിനെ ഈ രീതിയിൽ ഒരു ഉപദേശിയായിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു 5 മിനിറ്റ് അവിടെ സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഫ്രണ്ട്സ് എനിക്ക് മനസ്സിലായത് നന്നാകേണ്ടത് ഞാനാണ്.
അത് ദൈവത്തിന് മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതുവരെ മുഴുവൻ ഞാൻ ലോകത്തെ നന്നാക്കാൻ നടക്കുകയായിരുന്നു. അപ്പൊ തിരിഞ്ഞ് എന്റെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതിന് ചെയ്സ് എന്ന് പറയുന്ന ഒരാളുടെ ഒന്നും ദൈവം ചോദിച്ചിട്ടില്ല. അവൻ കരുണ തോന്നും. അപ്പൊ നിങ്ങൾ ചോദിക്കും, കരുണ തോന്നാത്ത ആൾക്കാർ ലോകത്തുണ്ടോ? ദൈവത്തെ ആര് വിളിച്ചപേക്ഷിക്കുന്നു അതൊക്കെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ പെടുന്ന കാര്യമാണ്. ഒരു കാര്യം കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ആരവനെ വിളിച്ചപേക്ഷിക്കുന്നു അവരാരും ലജ്ജിച്ചു പോയില്ല. അതും സത്യമാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും സത്യമാണ്. ഇതെല്ലാം എങ്ങനെ ഒന്നിച്ചു പോകുന്നതെന്ന് ഉടയതമ്പുരാനെ മാത്രം അറിയാം. പക്ഷെ നമ്മൾ ഒരു കാര്യം അറിയുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ്. ഞാനിത് സംസാരിക്കുന്നതും അവൻ കാരണം മാത്രമാണ്. ഇച്ഛിക്കുന്നവനാലും അത് നടന്നിട്ടില്ല, ഓടിയവനാലും അത് നടന്നിട്ടില്ല. കരുണ കാണിക്കുന്ന ദൈവത്താൽ മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വാസ് നോട്ട് സപ്പോസ്ഡ് ടു ബി ഹിയർ. എന്റെ അപ്പനൊന്നും ഇപ്പോഴും എന്റെ പിതാവിനൊന്നും ഇപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈസ് ഓൾസോ എ ബിലീവർ. എന്റെ വീട്ടിലെ പലരും, എന്റെ ബന്ധുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു പിതാവിന്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞവനാണ്. പക്ഷെ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്നെ ജീവിതം ദൈവം ഒരു കുഴലിനകത്തോടെ കയറ്റി വിട്ടതുപോലെയായിരുന്നു. സോ ഐ ഹാഡ് നോ ചോയ്സസ്. എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ചോയ്സ് പോകുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ എനിക്കൊരു ചലഞ്ച് ഉണ്ടാകുമ്പോഴേ എന്റെ ചോയ്സസ് തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്റെ മുമ്പിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ രക്ഷയിലോട്ട് നടത്തിയാലോ വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചു, യേശു നിന്റെ കർത്താവാണോ എന്നുള്ള ചോദ്യമാണ്. ഈസ് ഹി യുവർ ലോർഡ് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കുന്ന ആരാ? അപ്പൊ ഞാൻ 2ാം വർഷം ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ആരെ തീരുമാനം എടുക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞ് എങ്ങോട്ട് പോകണം, എന്ത് പഠിക്കണം, ആര് തീരുമാനിക്കും? പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഒരു ഉൾക്കിടലം ഉണ്ടായി. കർത്താവ് തീരുമാനിക്കുമെന്ന് ഞാനങ്ങ് വിട്ടുകൊടുത്തു പോയാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എന്താ ഡേഞ്ചർ എന്നറിയോ? നാളെ ചിലപ്പം കോളേജിൽ നിന്ന് ബാഗുമായിട്ട് ഇറങ്ങിക്കോളാ മോനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോയ്സ് ഇല്ല. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് പോയി എന്ന് വിചാരിച്ചോണം. കാരണം വീട്ടിൽ ഒന്ന് പെർമിഷൻ കൊടുക്കാനൊന്നും ചോദിക്കാനൊന്നും ദൈവം സമ്മതിച്ചെന്ന് വരത്തില്ല. വെൻ ഐ അക്സെപ്റ്റ് ഹിം ആസ് മൈ ലോർഡ്, ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാം? കർത്താവേ നീ എല്ലാം ചെയ്തോളൂ. ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലും ഒന്നും നടക്കില്ല. നീ കരുണ കാണിക്കുന്ന കരുണയാൽ, നിന്റെ തെരഞ്ഞെടുപ്പിനാൽ അല്ലാതെ ഒന്നും നടക്കത്തില്ല. നീ എന്നെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രക്ഷിക്കപ്പെട്ടവര് ചിന്തിക്കുന്നവരല്ല, വെളിയിലുള്ളവർ ചിന്തിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ഒരു ഭയങ്കര മിറക്കിളാണ്. എന്നെ എങ്ങനെ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ മിറക്കിൾ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, കർത്താവ് എന്നെ എങ്ങനെ, ഹൗ കുഡ് ഐ ബി ഹിയർ? എനിക്കത് ഭയങ്കര അത്ഭുതമാണ് തിരിഞ്ഞു നോക്കുന്നു. അപ്പൊ ഇത് ദൈവത്തിന്റെ പരമാധികാരമാണ്. അവൻ പറയാണ്, ചില ആൾക്കാരെ അവൻ മനഃപൂർവ്വമായി, ഫറവോന്റെ കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. 17-ാം വാക്യം പറയാണ്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഫറവോനെ ദൈവം എന്തിനു വേണ്ടി നിർത്തിയിരിക്കുക? അവന്റെ ശക്തി കാണിക്കാൻ വേണ്ടി. അവന്റെ ന്യായവിധികൾ എത്ര പവർഫുൾ ആണെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്തിരിക്കും ഫറവോൻ. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു? ഏറ്റവും ദുഷ്ടനായ മനുഷ്യനെ ദൈവം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പൗലോസ് പറയുന്നത്. അതായത് അവന്റെ അകൃത്യങ്ങളെല്ലാം തികഞ്ഞു വന്നിട്ട് അവൻ ന്യായവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചില ആളുകളെ ദൈവം അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു. കാരണം അവർ മാനസാന്തരപ്പെടുകയല്ല, അവർ വിശ്വസിക്കുകയുമില്ല. എത്ര കേട്ടാലും അവർ റിജക്ട് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അവർ ഒരിക്കലും കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം സ്നേഹിക്കുകയില്ല, അവർ വചനവും തള്ളിക്കളയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് വേണ്ടാത്തവർക്ക്, ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് ന്യായവിധി ദിവസത്തേക്ക് കർത്താവ് കോപം ചരിച്ചു വെക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണും. ഇതിനൊന്നൊരു പ്രോപ്പറായിട്ട് മനുഷ്യന്റെ മനസാക്ഷി എന്നൊരു ഉത്തരവൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ നീതിയെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം എത്ര നീതിയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഭൂമിയിൽ നമുക്ക് ഉത്തരം ലഭിക്കുകയുമില്ല. അതാണ് പൗലോസിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. അതിന് എല്ലാ വിശ്വാസികളോടും കർത്താവ് ആവശ്യപ്പെടുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രക്ഷയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതിൽ എന്റെ അവകാശവാദങ്ങൾ ഇല്ലാതെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനെയും നീതീകരണത്തെ ഓർത്ത് നന്ദി പറയുക. ലോകത്തിലെ എല്ലാ മനുഷ്യരോട് സുവിശേഷം പറയുക.
സുവിശേഷം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് 10-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും പ്രസംഗിക്കുക. അവിടെ എങ്ങനെയാണ് ഒരാൾ രക്ഷയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ 10-ാം അധ്യായം കാണുമ്പോൾ വരും. ഓക്കെ, ഒരാളെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നതല്ല, എല്ലാ മനുഷ്യരോടും സുവിശേഷം ഒരുപോലെ പ്രസംഗിക്കുക. വചനത്തിന്റെ കേൾവിയാൽ വിശ്വാസം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ് 18-ാം വാക്യം, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ഇപ്പൊ നമ്മൾ ഉപദ്രവിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചു, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരാളുണ്ട്, മാനസാന്തരപ്പെടില്ല, ഭയങ്കര ദുഷ്ടഹൃദയമാണ്. ഉള്ളിൽ ബോധ്യം ഉണ്ടായിട്ടും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അവന് വേണ്ട, ദൈവത്തോട് വെറുപ്പാണ്, അവന്റെ പാപത്തെ സ്നേഹിക്കും, അവൻ എന്തായാലും മരിക്കുള്ളൂ. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു? അവനെ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അവൻ നമ്മളെ ചിലപ്പോൾ തല്ലുന്നു, വഴക്കുണ്ടാക്കും, പക്ഷെ അവൻ അവന്റെ ന്യായവിധി പ്രാപിക്കും. പക്ഷെ അതിനിടയിലൂടെ കർത്താവ് എന്ത് ചെയ്യും? അവന്റെ വിശുദ്ധന്മാരെ ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യും. നമുക്കറിയാം, ലോകത്തിലെ ദുഷ്ടന്മാർ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടതയാണ് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്ത പോലെ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ഉയർത്തിയത്. പക്ഷെ അതാണ് കർത്താവ് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ നന്മ. അപ്പൊ ദുഷ്ടന്മാരുടെ ദുഷ്ടതയെ ദൈവം നന്മയ്ക്കായി, തന്റെ മക്കളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. ചർച്ച് പെർസിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് അത് അയ്യോ കഷ്ടം എന്നാണെങ്കിലും, ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അത് അയ്യോ കഷ്ടം എന്നാണെങ്കിലും, ഉപദ്രവിക്കപ്പെടുന്ന നമുക്ക് അത് വിശുദ്ധീകരണത്തിന് കാരണമാണ്. So God makes use of people who are taking an offensive stand to God, who do not love God, hate God. അങ്ങനെയുള്ള ആളുകളെ ദൈവം കോപത്തിനായി കൂട്ടിവെക്കുന്നു. ഇന്നത്തെ കാലത്ത് ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു കോപം ദൈവത്തിന് ഇല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ദൈവം രക്ഷിക്കാൻ പോവാണ്, ആരും നരകത്തിൽ പോകില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് യൂണിവേഴ്സൽ സാൽവേഷൻകാര് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ രക്ഷയും ദൈവത്തിന്റെ ശിക്ഷയും ഇതെല്ലാം എപ്പോഴും പരിശുദ്ധവും നീതിയുമായിരിക്കും. കാരണം ദൈവത്തിന് എല്ലാത്തിനും അധികാരമുണ്ട്. അവൻ വിശുദ്ധനായ ദൈവമാണ്. അവന്റെ എല്ലാ വികാരങ്ങളും വിശുദ്ധമാണ്. അതിലൊന്നും ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല. നമ്മളെ തന്നെ എല്ലാവരെയും പറക്കിയിട്ട് നരകത്തിൽ, ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കാതെ നമ്മളെല്ലാവരെയും നരകത്തിലോട്ട് വിട്ടിട്ട് പുതിയ കുറെ മനുഷ്യരെ സൃഷ്ടിക്കുമായിരുന്നെങ്കിൽ ദൂതന്മാരെല്ലാം എന്ത് പറഞ്ഞതെന്നറിയോ? നമ്മുടെ ദൈവം എത്ര പരിശുദ്ധനായ ദൈവം, ആ വൃത്തികെട്ട ചേസിനെ ഒന്നും ഇങ്ങോട്ട് കേട്ടാതെ എല്ലാത്തിനെയും നരകത്തിലോട്ട് വിട്ടിട്ട് പുതിയ വിശുദ്ധരായ ആൾക്കാരെ സൃഷ്ടിച്ച ദൈവത്തിന് സൃഷ്ടിക്കാൻ മേലായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവം അവന്റെ സ്നേഹത്തെ, കരുണയെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മെ തെരഞ്ഞെടുത്തു. കരുണാപാത്രങ്ങളായി നമ്മെ തെരഞ്ഞെടുത്തു. അടുത്ത വാക്യം നോക്കിയേ. ഈ കരുണാപാത്രങ്ങളായി നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവത്തിന്റെ ഭയങ്കരമായ കൃപയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയുള്ള വാക്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന കേട്ടോ. ഈ റോമാലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ ലോകത്തിൽ ചില ആൾക്കാരെ ദൈവം നരകത്തിലോട്ട് വിട്ടേക്കുന്നതാണ്, അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനല്ല, അതല്ല ആ വിഷയമല്ല ഇവിടെ പറയുന്നത്. ഈ വിഷയം പറയുന്ന 2 ജാതികളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. 2 ജാതികളുടെ തെരഞ്ഞെടുപ്പ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് ഡബിൾ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി, ചില ആൾക്കാർ ദൈവം നരകത്തിലേക്ക് മുൻനിർണയിച്ച് വെച്ചിരിക്കുന്നു, അവരങ്ങനെ പോകാനാണ് ദൈവത്തിന് ഇഷ്ടം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഡബിൾ പ്രീഡെസ്റ്റിനേഷൻ ഈസ് എ ഹൊറിഫിക് ഐഡിയ. അങ്ങനെയല്ല ഈ വാക്യം, അതല്ല പറയുന്നത്. ഈ വാക്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, അവന്റെ പുത്രനെ വെളിപ്പെടുത്താനുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രം പ്രസ്താവിക്കുന്ന കാര്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നമുക്ക് അവന്റെ തെരഞ്ഞെടുപ്പിൽ സന്തോഷിക്കാം. ബിക്കോസ് വി ആർ എലക്റ്റഡ് ടു ഹിസ് ഗ്ലോറി. ഓക്കെ, അത്രയും മാത്രമേ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇവിടെ പറയാണ്, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. 19-ാം വാക്യം. അങ്ങനെ ദൈവം കഠിനനാക്കുന്നതാണെങ്കിൽ, അങ്ങനെ ആയാൽ പിന്നെ കുറ്റം പറയുന്നത് എന്താ? ഫറവോന്റെ കുറ്റം പറയാൻ പറ്റുമോ? ഫറവോനെ ദൈവം കഠിനനാക്കിയതാണെങ്കിൽ പിന്നെ ഫറവോന്റെ കുറ്റം പറയാൻ പറ്റുമോ? ഫറവോൻ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നത് നീ എന്നോട് ചോദിക്കും. അപ്പൊ ദൈവം തീരുമാനിച്ചിട്ടാണ് ഒരു ജാതി നശിച്ചു പോകുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ആർക്കെങ്കിലും എതിര് നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ്. അത് തന്നെ പൗലോസും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഉത്തരം കേട്ടു നോക്കിയേ. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ നിനക്ക് എന്തറിയാം? ദൈവത്തിന്റെ തീരുമാനങ്ങളുടെ നീതിയെക്കുറിച്ചോ അനീതിയെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തറിയാം? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ച് എന്തെന്ന് ചോദിക്കാമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും ഇതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞു വരുന്നതല്ല എന്തിനെ കുറിച്ചാ? യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല,
ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മൾ. അപ്പോൾ ഒരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്പീക്കിംഗ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹും ഗോഡ് എലക്ടഡ്. നശിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ ഇസ്രായേൽ മക്കളെ ദൈവം വെട്ടിക്കളഞ്ഞെന്ന് പറയുന്നു, അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത് നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. പക്ഷെ ഇസ്രായേൽ മക്കളെ അങ്ങനെ വെട്ടിക്കളഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇസ്രായേൽ മക്കളിൽ എത്രയോ പേര് രക്ഷിക്കപ്പെടുന്നുണ്ട്, വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെടുന്നുണ്ട്. ദൈവം അത് അനുവദിക്കുന്നുണ്ട്. ആരെല്ലാം അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടുന്നു. പക്ഷെ അസ് എ ജാതി they are cut away. ഇപ്പൊ നിങ്ങൾ യൂറോപ്പിലേക്ക് നോക്കിക്കേ. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ജീവിച്ച ആൾക്കാരാണ്, ഇന്ന് അവർക്ക് കർത്താവിനെ വേണ്ട. അവിടെ രക്ഷിക്കപ്പെട്ടവരാരും നശിച്ചു പോയെന്നോ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റില്ലെന്നൊന്നും അല്ല അർത്ഥം. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെ ദൈവം അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നില്ല. ആ ജാതിയെ ദൈവം അവന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ, അവന്റെ കരുണയെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്നില്ല. അതാണ് ആ ജാതികളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അത് പറയും. ലോകത്തിലെ സകല ജാതികളുടെ ഇടയിൽ സുവിശേഷം പറയുന്ന ഒരു കാലഘട്ടം വരും, അല്ലെ? എല്ലാ ജാതികളിൽ നിന്നും സ്വർഗത്തിൽ ആളുണ്ടാവും, ഒരാളെങ്കിലും ഉണ്ടാവും. കാരണം ഈ ലോക ജാതികളെ മുഴുവൻ പെന്തക്കോസ്തിൽ ആത്മാവ് വന്നപ്പോൾ എല്ലാവരും ഒന്നിപ്പിച്ചതാണ്. ഇതെല്ലാം ചിതറിപ്പോയത് എവിടെയാ? ബാബേൽ ഗോപുരത്തിന്റെ അവിടെ ചിതറിപ്പോയത്. പക്ഷെ അന്ന് ആർക്കും പറയുന്നത് മനസ്സിലാവില്ല. ഇന്നത്തെ ഒരു വലിയ പ്രതിസന്ധി അതാ. നമ്മൾ ഈ വലിയ വലിയ ചർച്ചകൾ പണിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടവർ ഓഫ് ബാബേൽ പോലെയാണ് ഇന്നത്തെ പള്ളികൾ. നമ്മൾ ചിതറിപ്പോകരുത്, നമ്മൾ 10,000 പേരാണെങ്കിൽ ഒന്നിച്ചു കൂടിയിരിക്കണം, നമ്മൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ സഭയായിട്ട് മാറണം എന്നും പറഞ്ഞാൽ ടവർ ഓഫ് ബാബേൽ പണിത് തുടങ്ങുന്നേ. പണിതൊരു പകുതി ആകുമ്പോൾ ഭാഷ കലങ്ങി. സെക്രട്ടറി പറയുന്ന പാസ്റ്റർക്ക് മനസ്സിലാവില്ല, പാസ്റ്റർ പറയുന്ന സെക്രട്ടറിക്ക് മനസ്സിലാവില്ല, അവിടുത്തെ മൂപ്പന്മാർ പറയുന്ന വേറെ മൂപ്പന് മനസ്സിലാവില്ല, ആകെ ഭാഷ കലങ്ങി. പിന്നെ അത് 15 കഷ്ണമാവും. ഇങ്ങനെയാണ് സഭകൾ ദൈവം പിളർത്തുക. അല്ല എന്നാ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ബാബേൽ ഗോപുരങ്ങൾ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ സെക്രട്ടറി പറയുന്ന പാസ്റ്റർ മനസ്സിലാകാതെ വരുമ്പോൾ പാസ്റ്ററെ മാറ്റും. ഇപ്പൊ കുറെ പേര് പാസ്റ്ററോടെ പോകും. അങ്ങനെയെങ്കിൽ ഇതിനെ പിളർത്താൻ പറ്റുള്ളൂ. ദൈവം പറഞ്ഞ എന്താ? നിങ്ങൾ ചിതറിപ്പോയി പല സ്ഥലത്ത്. അപ്പൊ സ്നേഹമായിട്ട് ചിതറാതിരിക്കുമ്പോൾ ദൈവം എന്ത് അടിച്ചു ചിതറിയേ പറ്റൂ. സന്തോഷമായില്ലേ മെഗാ ചർച്ചുകാരെ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ദൈവത്തിന് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. എല്ലാ തെരുവുകളിലും കർത്താവിന്റെ ചർച്ചയാണ്. തമ്മി തല്ലി പിരിഞ്ഞല്ല ചർച്ച ഉണ്ടാവണ്ടേ, സ്നേഹത്തിൽ കൂട്ടായ്മകൾ വർദ്ധിച്ചു. അങ്ങനെയായിരുന്നു. നിങ്ങൾ ലോകമെമ്പാടും പോയി സാക്ഷികളാവാനാ പറഞ്ഞു. ഞങ്ങളൊരു ബാബേൽ ഗോപുരം ഉണ്ടാക്കി. ഞങ്ങളുടെ ബാബേൽ ഗോപുരമാണോ കത്തോലിക്കരുടെ ബാബേൽ ഗോപുരമാണോ വലുതെന്ന് നമുക്ക് വെളിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. ഭാഷ കലങ്ങാതിരിക്കൂ. പെന്തക്കോസ്തിൽ നേരെ തിരിച്ചാ സംഭവിച്ചത്. ഈ ജാതി മതവും വർഗവും, മതമല്ല കേട്ടോ, ജാതി വർഗം വർണ്ണം എന്ന് പറഞ്ഞ കളറ്, ഭാഷ, ഇതെല്ലാം കലങ്ങിയത് അന്ന് ടവർ ഓഫ് ബാബേലിന്റെ കാലത്താണ്. അന്നൊരു കലക്ക കലങ്ങിയിട്ട് ചിലർ കറുത്തു, ചിലർ വെളുത്തു, ചിലർ അങ്ങനെയായി ഇങ്ങനെയായി. ജനറ്റിക് കോഡ് കർത്താവ് മറിച്ചു കളഞ്ഞു. ഒരുത്തം പറയുന്ന വേറൊരുതിന് മനസ്സിലാകാതായിപ്പോയി. പലതരം ആൾക്കാർ ലോകത്തുണ്ട്. ഈ പലതരം ആൾക്കാർ ലോകത്തുണ്ടായി. പക്ഷെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരാൾ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതിന് സ്വന്തം ഭാഷ ആവശ്യമില്ലാതായി. ഒരു സ്വർഗീയമായ ഭാഷയിലൂടെ ദൈവം സകലരെയും ഒന്നിപ്പിച്ചു. ഒറ്റ തെരഞ്ഞെടുപ്പായിരുന്നു. ജാതികളിൽ നിന്ന് മുഴുവനും അവന് വേണ്ടവരെ അവൻ വേർതിരിച്ചെടുത്തു. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവിന്റെ വരവെന്ന് പറയുന്നത് ദൈവം ആ ജനമല്ലാത്തവരെ ജനമെന്ന് വിളിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, 23-ാം വാക്യം പറയാണ്, യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്ന കരുണാപാത്രങ്ങളായ നമ്മിൽ. അപ്പൊ ഇതെല്ലാം ജാതികളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കേട്ടോ ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്, വാഗ്ദത്ത സന്തതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ജഡപ്രകാരമുള്ളതിനെ അല്ലാതെ വാഗ്ദത്ത പ്രകാരമുള്ള ഒരു സന്തതിയെ ദൈവം എങ്ങനെ അവന്റെ ഇഷ്ടത്താൽ തെരഞ്ഞെടുത്തു എന്നും ജഡപ്രകാരമുള്ളതിനെ എങ്ങനെ വെട്ടിക്കളഞ്ഞു എന്നും പറയാൻ വേണ്ടിയാണ് ഇത്രയും പൗലോസ് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ രക്ഷയോർത്തും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർത്തും നന്ദി പറയുവാനും, ഓടുന്നവനാലല്ല ഇച്ഛിക്കുന്നവനാലുമല്ല ദൈവത്താലാണ് എല്ലാം സാധിക്കുന്നതെന്ന് പറയുവാനും, അവന്റെ കരുണയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുവാനും ആരാധിക്കുവാനല്ല നമുക്കൊരു അവസരം ഇത് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതേസമയത്ത് ഈ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഈ ജാതികളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നമേ ഒരുക്കിയ കരുണാപാത്രങ്ങൾ. ഗുണമൊന്നുമില്ല, കരുണ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെ തെരഞ്ഞെടുത്ത് എന്തിനാ? കരുണ ഇങ്ങനെ ചൊരിയാൻ വേണ്ടി ഒരു പാത്രം. ചോറ് പാത്രം എന്ന് പറഞ്ഞാൽ ചോറ് വെക്കാനുള്ള പാത്രം, കരുണാപാത്രം എന്ന് പറഞ്ഞാൽ കരുണ നിറയ്ക്കാനുള്ള പാത്രം, പാനപാത്രം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് നിറയ്ക്കുന്ന പാത്രം. ഇവിടെ കരുണാപാത്രം എന്ന് പറഞ്ഞാൽ ചെയ്സുന്ന പാത്രം എന്തിനു തെരഞ്ഞെടുത്തു? കരുണ കാണിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിക്കുക, ആ തെരഞ്ഞെടുപ്പ് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകും. കരുണ കാണിക്കാൻ വേണ്ടി നമ്മൾ കരുണാപാത്രങ്ങളെ തെരഞ്ഞെടുത്തു. വിശ്വസിക്കുന്നവരെയാകട്ടോ, വിശ്വസിക്കുന്നവരാണ് കരുണാപാത്രങ്ങൾ, അവിശ്വാസികൾ അല്ല, വിശ്വസിക്കുന്നവർ.
രക്ഷ മുഴുവൻ വിശ്വസിക്കുന്നവർക്കാണ് ദാനമായി ലഭിക്കുന്നത്. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനെ മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും. അടുത്ത വാക്യം പറയാണ്, ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ. അവർ കോപപാത്രങ്ങളായി മാറിയത് എങ്ങനെ? അവർക്ക് ദൈവത്തോട് വെല്ലുവിളിയായിരുന്നു. They were rebelling against God. അവർ ഇച്ഛിച്ചു, അവരങ്ങനെ ആഗ്രഹിച്ചിട്ട് നാശയോഗ്യരായി പോയി എന്നാണ് പറയുന്നത്. ദാറ്റ് വാസ് their desire. ആഗ്രഹിച്ചിട്ട് നാശയോഗ്യമായ, അപ്പൊ രണ്ട് കാര്യമുണ്ട്. അവർ ആഗ്രഹിച്ചിട്ട് നാശയോഗ്യരായി മാറി. നമ്മൾ ആഗ്രഹിച്ചില്ല, പക്ഷെ ഒന്നും ആഗ്രഹിച്ചില്ല, പക്ഷെ ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലുമല്ല ദൈവം നമ്മുടെ കരുണാപാത്രങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പൊ പോകുന്നവരെല്ലാം എങ്ങനെ പോകുന്നത്? അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവർ പോകുന്നത്. ഇച്ഛിച്ചിട്ട് തന്നെ അവർ നാശം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ, അടുത്ത വാക്യം പറയാം, എങ്കിൽ എന്ത്? അപ്പൊ അങ്ങനെ ദൈവം ഒരു തീരുമാനം എടുത്തെങ്കിൽ നമുക്ക് എന്ത് പറയാനുണ്ട്? 25-ാം വാക്യം, എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും. ഇതാണ് കരുണാപാത്രങ്ങൾ. അപ്പൊ ഇത് ആരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്? ചെയ്സ് എന്ന് പറയുന്നയാളെ തെരഞ്ഞെടുത്തിട്ട് വേറൊരാളെ നരകത്തിലോട്ട് വിട്ട കാര്യമല്ല ഇവിടെ പറയുന്നത്. നരകത്തിലോട്ട് വിട്ട കാര്യമല്ല പറയുന്നത്, ചെയ്സിനെ തെരഞ്ഞെടുത്ത കാര്യം ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് അത് സൂചിപ്പിക്കുന്നത് ജനമല്ലാത്തവരെ ജനമെന്ന് വിളിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുണ കാണിക്കാൻ വേണ്ടിയുള്ള ആ പദ്ധതിയെ കുറിച്ചാണ് 9-ാം വാക്യം പറയുന്നത്. ഇവിടുത്തെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ എങ്ങനെ തള്ളപ്പെട്ടു എന്നുള്ളത്. എന്റെ ജനമല്ലാത്തവർ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. കരുണാപാത്രങ്ങൾ, എല്ലാ കരുണാപാത്രങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. നാം ഈ അതിവിശുദ്ധമായ വിശ്വാസം, ദൈവം നമുക്ക് തന്ന അതിവിശുദ്ധമായ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ അതിവിശുദ്ധമായ വിശ്വാസത്തെ കരുണാപാത്രങ്ങളായി അവന്റെ തേജസ്സിന്റെ പുകഴ്ചയ്ക്കായി മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പ്രവചന പുസ്തകങ്ങളിലൂടെ ജനമല്ലാത്തവരെ ജനമെന്ന് വിളിക്കും എന്ന് പറഞ്ഞ വാഗ്ദത്തം നമ്മളിലൂടെ ദൈവം നിറവേറ്റി. 27-ാം വാക്യം പറയണം, യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. അതാണ് രക്ഷിക്കപ്പെടുന്നവർ വേറൊരു വലിയ മണൽ പോലെയാണ്. അതിനകത്ത് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. എബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുമാണ്. പക്ഷെ അതിനകത്ത് ജഡപ്രകാരം ജനിച്ച ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷൻ എന്തുണ്ട്? ഒരു ശേഷിപ്പ് അവരുടെയാണ്. അത്രയേ ഉള്ളൂ, ഒരു ശേഷിപ്പ് അവരുടെ, ബാക്കിയെല്ലാം മുറിഞ്ഞുപോയി. ഒരു ശേഷിപ്പ്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അങ്ങനെ ആയാലും അതിനേക്കാൾ കൂടുതലാണ് മച്ചിയായവളുടെ മക്കൾ എന്നാ പറയുന്നത്, അല്ലെ? പക്ഷെ ദൈവത്തിന്റെ മക്കൾ അതിനേക്കാളൊക്കെ അസംഖ്യമാണ്. ഈ ഒരു ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിൽ തന്നെ വളരെ കുറഞ്ഞൊരു ശേഷിപ്പ് മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഓക്കെ, അപ്പൊ ഇസ്രായേൽ മക്കൾ എല്ലാവരും രക്ഷിക്കപ്പെടില്ല. അത് അന്നും ഇങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്. ഒരു ശേഷിപ്പ് രക്ഷപ്പെടും. ലോകത്തിലെ എല്ലാ ജാതികളിൽ നിന്നും ദൈവം തന്റെ ജനത്തെ വിടുവിക്കും. വെളിപ്പാട് പുസ്തകം നമ്മളത് കാണുന്നുണ്ട്. സകല ജാതികളിൽ നിന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്, സകല ജാതികളിൽ നിന്ന് ഇവരെ രക്ഷിച്ചു എന്നാണ് ദൂതന്മാർ അവിടെ പാടുന്നത്. 28-ാം വാക്യം പറയാണ്, നമ്മൾ 29-ാം വാക്യത്തോടു കൂടി നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 30 മുതൽ നമ്മൾ വേറൊരു തോട്ട് പ്രോസസ്സാണ്. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. പ്രിയ സഹോദരങ്ങളെ, അതേ പ്രയാസത്തിലേക്കാണ് പെന്തക്കോസുകാരുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആയാലും ഒരു ശേഷിപ്പത്രേ രക്ഷപ്പെടുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോടും പറയുന്നു. കാരണം വിശ്വാസം കണ്ടെത്തുന്നവർ ചുരുക്കം, ഇന്ന് വിശ്വാസം പ്രസംഗിക്കുന്ന അവസ്ഥകൾ ചുരുക്കം, രക്ഷയെ എൻജോയ് ചെയ്യുന്നവർ ചുരുക്കം, വീണ്ടും ജനിക്കുന്നവർ ചുരുക്കം, മാനസാന്തരപ്പെടുന്നവർ ചുരുക്കം, ലോകത്തിന്റെ ഒരു വ്യവസ്ഥയ്ക്കകത്ത് ഒഴുകുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് അവർ ഇച്ഛിച്ചിട്ട് അവർ നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു പങ്ക് ആളുകളും ഇല്ലാതായി പോവുക. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 100 വർഷം മുമ്പ് പെന്തക്കോസ്തിൽ വരുന്ന ആളുകളിൽ വലിയൊരു പങ്കും കർത്താവിനെ അന്വേഷിച്ചിറങ്ങിയവരായിരുന്നു. അവരാരും നശിച്ചുപോയില്ല, ഒരാൾ പോലും നശിച്ചുപോയില്ല. ഇന്നും കർത്താവിനെ അന്വേഷിച്ചിറങ്ങുന്നവരുണ്ട്, കുറവാ, ശേഷിപ്പാണ്. പെന്തക്കോസ്ത് ആസ് എ ഹോൾ നോക്കിയാൽ വലിയൊരു പങ്കും നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഇസ്രായേൽ മക്കളുടെ ഒരു പാഠമാണ്.
ഒരു ശേഷിപ്പ് മാത്രം രക്ഷപ്പെടുകയുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ അത് എത്ര ഭീകരമായിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ കരുണയെ ഓർക്കുവാനും അവന്റെ തെരഞ്ഞെടുപ്പിനെ ഓർക്കുവാനും ദൈവം നമ്മെ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം അന്വേഷിക്കേണ്ട ദൈവകൃപയെ ഓർക്കുവാനും ദൈവം ഈ വാക്യങ്ങളിലൂടെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇസ്രായേൽ മക്കൾക്ക് വന്ന അതേ വിധി തന്നെ ലോകത്തുള്ള എല്ലാ സമൂഹങ്ങൾക്കും വരും. യൂറോപ്പിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശേഷി പോലും ഇല്ലാതായി പോയി. വളരെ കുറച്ച് ആൾക്കാരെ രക്ഷിക്കും. അന്നത്തെ സഭകൾ നോക്കിക്കേ, തെസ്സലോനിക്ക സഭ, എഫെസസിലെ സഭ, ഒന്നും ഇപ്പൊ ഇല്ല. അവിടെയൊക്കെ കുറെ ശേഷിപ്പുകൾ രക്ഷപ്പെട്ടു. കർത്താവിനെ അന്വേഷിച്ചവർ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരെല്ലാം നശിച്ചുപോയി. ലോകം മുഴുവൻ അങ്ങനെ ഒരു ശേഷിപ്പ്. നമ്മൾ എത്ര ആൾക്കൂട്ടം കൂടി എന്ന് പറഞ്ഞാലും, എത്ര സഭ കൂടി എന്ന് പറഞ്ഞാലും, കർത്താവിന്റെ ശേഷിപ്പിനകത്തുള്ളവരാണോ നമ്മൾ, വിശ്വാസത്തിൽ തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് ഈ ലോകം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എനിക്കറിയത്തില്ല, നീ എന്നെ രക്ഷിക്കണം, ഞാൻ ഒരു പാപിയാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ എത്ര ഓടിയാലും ഓടി തീരില്ല, എത്ര ഇച്ഛിച്ചാലും നടക്കില്ല, എന്നോട് കരുണ തോന്നണമേ എന്ന് നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ കരുണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കാരണം അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരൊറ്റയാൾ പോലും ലഭിച്ചു പോകുക. നിങ്ങൾ അങ്ങനെ കർത്താവിനോട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരുണ ചോദിച്ചിട്ടുണ്ടോ? യു ആർ ഇൻ. ഇന്ന് ഉറപ്പ് പ്രാപിക്കാൻ നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. കർത്താവിനോട് ചോദിച്ച് കരുണ പ്രാപിക്കുന്നവരെ, കർത്താവിന്റെ ആത്മാവ് നമ്മൾ ഇടപെടുന്നത് വരെ, നമ്മെ ഉറപ്പിക്കുന്നത് വരെ നിലവിളിക്കണം. കാരണം വി നീഡ് ദാറ്റ് അഷുറൻസ്. അത്ര ദുർഘട സമയങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. നമ്മൾ അത്ര കൃത്യമായിട്ട് ആ ശേഷിപ്പിനകത്ത് പെടാൻ വേണ്ടി, ഒരു ശേഷിപ്പ് രക്ഷപ്പെടുകയുള്ളൂ, ആ ശേഷിപ്പിനകത്ത് പെടാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അടുത്ത വാക്യം പറയുന്നത്, കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു പറയുന്നു. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു പറയുന്നു. വളരെ പെട്ടെന്ന് കർത്താവ് ഭൂമിയിൽ അവന്റെ വചനത്തെ തീർക്കാൻ പോവാണ്, നിവർത്തിക്കാൻ പോവാണ്. പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം, അബ്രഹാമിന്റെ മക്കൾക്ക് കൊടുത്ത അവകാശങ്ങളെല്ലാം നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും. 29-ാം വാക്യം പറയാ, നമുക്ക് ഇത്ര സന്തോഷിക്കാം, നമ്മളുടെ ശേഷിപ്പുണ്ടല്ലോ. ഇസ്രായേൽ മക്കളോട് പറയുക, ഇവരെല്ലാം രക്ഷിക്കപ്പെടണമെന്ന് എന്റെ ആഗ്രഹം, പക്ഷെ ഒരു ശേഷിപ്പിനെങ്കിലും ദൈവം വെച്ചല്ലോ. അത് സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമോ പോലെ ആകുമായിരുന്നു. ദൈവത്തിന്റെ കരുണയാണ് ഒരു സന്തതിയെ ശേഷിപ്പിച്ചത്. അപ്പൊ ഒരു യഹൂദൻ രക്ഷിക്കപ്പെടുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ? നമ്മൾ വിചാരിക്കുന്നതല്ല. അന്നത്തെ കാലത്ത് ഒത്തിരി യഹൂദന്മാർ വിശ്വസിച്ചായിരുന്നു. ഇവൻ കർത്താവിന്റെ കാലത്ത് തന്നെ വിശ്വസിച്ചായിരുന്നു. തന്നെ ആദിമ സഭകളിൽ മുഴുവൻ യഹൂദന്മാരായിരുന്നല്ലോ. അപ്പൊ ഒത്തിരി യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ദേ വർ ഓൺലി എ മൈനോറിറ്റി. അപ്പൊ ദൈവം ഇസ്രായേൽ മക്കളെ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും, ആ ഇസ്രായേൽ ആ ഒരു കവനന്റിൽ നിന്ന് അവർ പോയി എന്ന് പറഞ്ഞാലും, എല്ലാവരോടും ദൈവം ആ അകലം കാണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു റെമനന്റിനെ ദൈവം കാത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ സോദോം നശിച്ചു പോയതുപോലെ ഒരു വകയും ബാക്കിയില്ലാതെ ആർക്കും അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ദ്രവിച്ചു പോകുമായിരുന്നു. അത്രയും വലിയ ശാപത്തിൽ നമ്മൾ അകപ്പെടാതെ ഒരു ശേഷിപ്പെങ്കിലും അവശേഷിച്ചല്ലോ. അതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാവുന്നതാണ് പൗലോസ് പറയുന്നത്. എത്ര കഷ്ടമല്ലേ, എത്ര ദയനീയമാണ്, എത്ര വേദനാജനകമാണ്. ഈ വേദനയെ കുറിച്ചാണ് പൗലോസ് ആദ്യം പറയുന്നത്. എന്റെ ഹൃദയം തകർന്നു പോവാണ്. ഒരു ശേഷിപ്പേ വന്നുള്ളല്ലോ, ബാക്കി എവിടെ പോയി? അവരെല്ലാം ഈ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. വൈ ദേ ഫെയിൽഡ് എന്നുള്ള കാര്യം ഇനി വരുന്ന വാക്യങ്ങൾ അതാ പറയുന്നത്. വൈ ദേ ഫെയിൽഡ്. അത് നമുക്ക് ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. അതൊരൊറ്റ എക്സ്പ്ലനേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാനത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൃപ, ദൈവം ക്രിസ്തുവിലൂടെ കാണിച്ച കൃപ നമ്മെ തെരഞ്ഞെടുത്തപ്പോൾ പൗലോസിന്റെ വിഷമം, ഈ വാഗ്ദത്തങ്ങൾ യഥാർത്ഥത്തിൽ കിട്ടിയ അവകാശികൾ ആ കൃപയിലേക്ക് വന്നില്ലല്ലോ എന്നുള്ള വേദനയാണ്. അവിടെ പറയാണ്, എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഇവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഇവരുടെ സുവിശേഷം പറയുവാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ ഇവരെ മാറ്റണമെങ്കിൽ ആര് മാറ്റണം? ദൈവം തന്നെ മാറ്റണം. ഞാൻ നിസ്സഹായനായി കർത്താവിന് മുമ്പിൽ ഇരിക്കുകയാണ്. പിന്നെ കർത്താവിനോട് പറയാം, കർത്താവെ ഞങ്ങളുടെ ഒരു ശേഷിപ്പിനെങ്കിലും നീ വെച്ചല്ലോ. സോദോമിനെയും ഗൊമോറയെ പോലെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഞങ്ങൾ നിന്നോട് ഇത്രയും ധിക്കാരം കാണിച്ചിട്ടും ഞങ്ങളെ മുഴുവൻ നശിപ്പിക്കാതെ ഒരു ശേഷിപ്പിനെ വെച്ചതിനായിട്ട് സ്തോത്രം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ മക്കൾ ആ യഥാർത്ഥ കവനന്റെ അർത്ഥം മനസ്സിലാക്കാതിരുന്നവരായിരുന്നു.
അവരത് ഐഹികമായ രാജ്യമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മണ്ടത്തരം അബദ്ധം പറ്റിയത്. എന്നാൽ നമ്മുടെ സ്ഥിതി അതല്ല. നമ്മുടെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ വരച്ച് കിട്ടിയിട്ട് the gospel was preached so perfectly to us, so clearly to us. Galatians chapter 3 verse 3 പറയുന്നത് എന്താ? ഇസ്രായേൽ മക്കൾക്ക് അത് ഓരോ ദിവസം ചെല്ലുന്തോറും വചനം റിജക്ട് ചെയ്യുന്നവരുടെ പാവാവസ്ഥ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് പറയാണ്, നിങ്ങളിൽ കേട്ട ഈ വചനവും ഈ അടയാളങ്ങളും സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ രട്ടുടുത്ത് അനുദപിക്കുമായിരുന്നു. എന്നിട്ട് പറയാണ്, കർത്താവിന്റെ ദിവസത്തിൽ അവർക്ക് കൂടുതൽ സഹിക്കാവുന്നതാകും. അപ്പൊ അവരുടെ റിബല്യനേക്കാളും സഹിക്കാവുന്നതാകും. അപ്പൊ അവരുടെ റിബല്യനേക്കാളും കൂടുതലാണ് ഇസ്രായേൽ മക്കളുടെ റിബല്യൻ, ദൈവത്തോടുള്ള എതിർപ്പ്. കാരണം അവർക്ക് ഈ വാഗ്ദത്തങ്ങൾ കിട്ടിയില്ല, അത്ഭുതങ്ങൾ കണ്ടില്ല. അപ്പൊ ഇസ്രായേൽ മക്കൾ ഇതൊക്കെ കണ്ടു, വാഗ്ദത്തങ്ങൾ കിട്ടി, അത്ഭുതങ്ങൾ കണ്ടു, അവർ റിജക്ട് ചെയ്തു. അപ്പൊ അവർ കൂടുതൽ ദൈവത്തോട് ഉത്തരം പറയും. ഇനി മൂന്നാമതൊരു വിഭാഗം പെന്തക്കോസ്തിൽ ചർച്ചയിൽ പോയിരുന്നു, യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വചനം മുഴുവൻ വായിച്ചു, ബൈബിളിലെ പാട്ടുകൾ വെച്ച് അന്താക്ഷരിയും കളിച്ച്, ക്വിസ് പ്രോഗ്രാമിന് വേണ്ടി ബൈബിൾ കാണാതെ പഠിച്ചു, പണ്ഡിതന്മാരായി, മത്സരിച്ച് പാട്ടുകൾ പാടി, കോമ്പറ്റീഷൻ സമ്മാനം മേടിച്ചു, അക്ഷരങ്ങളെല്ലാം കാണാതെ പഠിച്ചു, 119 സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ച് കൈയടി വാങ്ങിച്ചു. ഇങ്ങനെ നമ്മൾ അക്ഷരങ്ങളിൽ വീരന്മാരായപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ദൈവഭയവും ദൈവത്തോടുള്ള ബഹുമാനവും വചനത്തോടുള്ള ആദരവും അനുസരിക്കാനുള്ള നിഷ്ഠയും എല്ലാം പോയി. നമ്മൾ ഈ പുറമേയുള്ള അക്ഷരങ്ങളിൽ മാത്രം ആകർഷ്ടരായി അകത്തെ സുവിശേഷത്തിന്റെ ശക്തിയെ തിരിച്ചു കളയുന്നവരായി മാറിയപ്പോൾ ഒരു തലമുറയും കഴിഞ്ഞപ്പോഴേക്കും രക്ഷിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു ജനത്തിന്റെ നടുവിലായി പോയി. ഇന്ന് ബൈബിൾ എന്തിനാന്ന് പോലും ജനങ്ങൾക്ക് അറിയത്തില്ല. ബൈബിൾ വായിക്കേണ്ടത് എന്തിനാന്ന് പോലും അറിയില്ല. എന്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നില്ല, അപ്പോസ്തലിക ഉപദേശം ഒന്നും അറിയില്ല. അപ്പൊ ഇന്നത്തെ റിബല്യൻ എന്ന് പറയുന്നത് അന്നത്തെ റിബല്യനേക്കാളും കൂടി വരും. അപ്പൊ ഓരോ ദിവസം ചെല്ലുന്തോറും ദൈവത്തിനെതിരെയുള്ള റിബല്യൻ, സോറിലും സീദോനിലും നടന്ന റിബല്യനേക്കാൾ, എതിർപ്പിനേക്കാൾ വലിയ എതിർപ്പാണ് ദൈവത്തോട് ഇസ്രായേൽ മക്കൾ ചെയ്തത്. അതിനേക്കാളും വലിയ ദൈവ നിഷേധികളായിട്ടാണ് നമ്മുടെ വർഗം വളർന്നു വരുന്നത് എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ വെളിപ്പാട് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവർ എത്രയോ തുള്ളി ചാടി കർത്താവിന്റെ പുറകെ പോയി. അവർക്ക് ആഗ്രഹിക്കാൻ അന്ന് പറ്റിയായിരുന്നെങ്കിൽ, നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കുന്ന പ്രസംഗങ്ങൾ അന്ന് അവർ കേട്ടിരുന്നു, എത്രയോ അവർ പക്ഷെ മനസ്സിലാക്കുമായിരുന്നിരിക്കും, അറിയില്ല. പക്ഷെ ഇതിനെല്ലാം നമ്മൾ കേൾക്കും തോറും ഉത്തരവാദികളായി മാറിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ ചുറ്റി നോക്കുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്താത്ത, അപ്പോസ്തലിക ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത, മനസ്സിലാക്കാത്ത, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുമ്പോൾ ഈ മഹദിയാം ബാബിലോണിന്റെ ആ വളർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ദൈവം പെട്ടെന്ന് വന്ന് ന്യായം വിധിക്കും. 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ അവൻ വെട്ടിക്കളഞ്ഞുവെങ്കിൽ നമ്മളെ അവൻ വെട്ടിക്കളയാതിരിക്കില്ല എന്ന്. അതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളെ, സമൂഹങ്ങളെ ദൈവം അവന്റെ അജണ്ടയിൽ നിന്ന് മാറ്റിക്കളയുക. ഞാൻ രക്ഷിക്കപ്പെടില്ലെന്നല്ല അതിന്റെ അർത്ഥം. ജാതികളെ, വർഗങ്ങളെ, വംശങ്ങളെ, സഭകളെ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാണിംഗ് ആണ്, നിന്റെ നടുവിൽ നിന്ന് ഞാൻ നിലവിളക്കിനെടുത്ത് മാറ്റും, വെളിച്ചെടുത്ത് മാറ്റും. സഭയുടെ നടുവിൽ നിന്ന് വെളിച്ചെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ആരും പരിജ്ഞാനമില്ലാത്തവരായി പോകും. ദൈവത്തിന്റെ വചനം ആർക്കും മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അതിശക്തമായ ഒരു വാണിംഗ് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക, അവന്റെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കരുണാപാത്രങ്ങളായി അവന്റെ തേജസ്സിൽ അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവന്റെ തേജസ്സിനായി നമ്മളെ ദൈവം മുന്നമേ തെരഞ്ഞെടുത്തു. അത് നമ്മൾ ഓടിയത് കൊണ്ടോ അധ്വാനിച്ചത് കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ല, അവന് കരുണ തോന്നിയത് കൊണ്ടാണ് കരുണാപാത്രങ്ങളായി നമ്മളോട് അവൻ പെരുമാറുന്നത്. അവൻ നമ്മെ രക്ഷിക്കാമെന്നുള്ള അവന്റെ ഡിക്രി, ഞാനത് വിശ്വസിക്കുന്നു. അവന്റെ ഡിക്രി, അവന്റെ തീരുമാനം, അവന്റെ പ്രോമിസ് അവൻ പൂർത്തിയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, നാം വാഗ്ദത്ത സന്തതികളാണ്, നമ്മളാണ് ഇസ്രായേൽ. അക്ഷരികമായ ഇസ്രായേൽ അല്ല ഇസ്രായേൽ. ആരാണോ ശരിക്കും എബ്രഹാമിന്റെ വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിച്ചത്, അവരാണ് വാഗ്ദത്ത സന്തതിയിലൂടെ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങളിൽ പറയുന്നു. അപ്പോസ്തലൻ യഹൂദനാണ്, ആ യഹൂദരോട് ഒരു സ്നേഹമുണ്ട്, പക്ഷെ അതിനേക്കാൾ സ്നേഹം ദൈവത്തോടാണ്. ദൈവത്തോട് മറുവാദം പറയാൻ അവൻ ആളല്ല. അവൻ കർത്താവിന് പറയാം, കർത്താവ് നിന്റെ ഇഷ്ടമാണ് എല്ലാം, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ സഹോദരങ്ങളെ കൂടെ നീ രക്ഷിക്കണേ, എന്റെ സഹോദരങ്ങളെ നീ വിട്ടുകളയല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ നാളെ കർത്താവ് രക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അവരോടുള്ള വാഗ്ദത്തങ്ങൾ അവർ മനസ്സിലാക്കി ഒരു ദിവസം മടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളും ഇത് മനസ്സിലാക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കരുണാമയനായ ദൈവമേ,
അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന അത്ഭുതകരമായ ആ കരുണയെ ഓർക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൽ അത് മനസ്സിലാക്കുവാൻ, ദൈവമേ ചോദ്യം ചെയ്യാതെ അങ്ങേ അനുസരിക്കുവാൻ, അങ്ങയോട് നന്ദി പറയുവാൻ കർത്താവെ, ബലഹീനരായ ഞങ്ങൾക്ക് അവിടുന്ന് ബലം നൽകണമേ, കരുണ നൽകണമേ കർത്താവെ. കരുണാപാത്രങ്ങളായ ഞങ്ങളുടെ തേജസ്സിനെ ഞങ്ങളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നവരും എനിക്ക് നന്ദിയുള്ളവരും കർത്താവെ, അങ്ങയുടെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരുമായി ഭയത്തോടെ കർത്താവെ അങ്ങേ സേവിപ്പാൻ ദൈവമേ, ഞങ്ങൾ നിൽക്കുന്ന കൃപയാലാണെന്ന് അറിഞ്ഞുകൊണ്ട്, അങ്ങയുടെ കയ്യാലാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ, ഭയത്തോടെ വിറയലോടെ അങ്ങേ സേവിക്കുവാൻ, ഞങ്ങളുടെ രക്ഷയെ ഓർക്കുവാൻ കർത്താവെ, കരുതിയിരിക്കുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുവാൻ, ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.